നമുക്കൊരു വേദഭാഗം ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 17 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 17. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപ ഒരുവനോട് തോന്നിയാൽ ആ കൃപ ലഭിച്ച വ്യക്തി ആരോ അവൻ പറയുന്നത് പോലെ ദൈവം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നു? പക്ഷെ അതെല്ലാവരോടും തോന്നത്തില്ല. എനിക്ക് കൃപ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കൃപ തോന്നും. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നും. ഇന്ന് രാത്രി 1000 പേര് ഈ ആലയത്തിൽ വന്നിരുന്നാലും അതിലൊരുവനോട് ദൈവത്തിന് കൃപ തോന്നിയാൽ, ഹല്ലേലൂയ, അത് ഈ രാത്രി ഞാനായ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആരുണ്ടോ? പോരാ, ശക്തിയോട് അല്പനിമിഷങ്ങൾ പ്രൈസ് ദി ലോർഡ് ഒന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചു. കർത്താവേ, ഈ 9ാമത്തെ രാത്രിയിൽ നിന്റെ കൃപ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു സാധാരണ മനുഷ്യൻ, നമ്മളെ പോലെയൊക്കെയുള്ള ഒത്തിരി ബലഹീനതകളുള്ള മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, അത്യാവശ്യം കോപവും അത്യാവശ്യം എടുത്തിയാട്ടവും, ദേഷ്യം വന്നാൽ കൈയിരിക്കുന്ന എറിഞ്ഞു പൊട്ടിക്കുകയും അത്യാവശ്യം വന്നാൽ ഒരടി കൊടുക്കുകയോ അടിച്ചവൻ ചത്താൽ ആരും കാണാതെ കുഴിച്ചിടുകയൊക്കെ ചെയ്യാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ സ്വഭാവമുള്ളൊരു മനുഷ്യൻ. സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് വന്നപ്പോൾ, ദൈവം അവനെ മോൾഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ദൈവം അവനെ പണിയാൻ തുടങ്ങിയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അടുത്തറിയാൻ തുടങ്ങിയപ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം പറയാണ്, ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ഈ 9 ദിവസമായി ഒത്തിരി കാര്യം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് 21 ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പലർക്കും പറഞ്ഞ് 21 ദിവസത്തെ കാര്യങ്ങൾക്ക് ഒന്നും കിട്ടാതെ പോകും. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നു, നീ എന്താ പറഞ്ഞത്? ഈ പ്രാർത്ഥനയിൽ നീ ദൈവത്തോട് എന്താ പറഞ്ഞത്? നിന്നോടുള്ള ബന്ധത്തിൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, നിന്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, ദൈവം പരമേൽപ്പിച്ച ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നീ എന്താണ് ദൈവത്തോട് പറഞ്ഞത്? അത് ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമെന്ന്. ഓ രബ ശബ്ദരാ ദരജാ രഗലമന പരബശ്. ഓ ഹല്ലേലൂയ. ശക്തിയോടെ അല്പനിമിഷങ്ങൾ ദൈവജനം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഓ, വെറും സാധാരണ മനുഷ്യരെ അസാധാരണ ദൈവകൃപയുള്ളവരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ആലയത്തിലുണ്ട്. ഈ ചൂട് സമയത്ത് ഉപവസിക്കുക എന്ന് പറയുന്നത് വളരെ ശാരീരികമായി നമ്മെ തളർത്തുന്നൊരു സംവിധാനമാണ്. പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്യുഷ്ണം. നമ്മുടെ ശരീരത്തെ വെള്ളം മുഴുവൻ ആവിയായി പോയിക്കൊണ്ടിരിക്കുക.
2 ദിവസം മഴ പെയ്തിട്ടും അതിനേക്കാൾ ശക്തമായ ചൂട് കേരളത്തിൽ വ്യാപിക്കുക. ഇവിടെ മഴയില്ലെങ്കിലും ദുബൈയിലും ഒമാനിലും ഒക്കെ ഭയങ്കര മഴയാണ്. ഒരുപക്ഷെ മരുഭൂമിയെ ഞാൻ മലർവാടിയാക്കുമെന്ന് പറഞ്ഞ മഴ അങ്ങോട്ട് മാറിയതാകാം. ഇപ്പോൾ നല്ല മലർവാടിയായ സ്ഥലങ്ങൾ നാളെ മരുഭൂമിയായെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്, നടക്കട്ടെ. പക്ഷേ ഈ അത്യുഷ്ണത്തിൽ ആഹാരം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് പ്രായത്തിൻ്റെ വിഷയത്തിലൊക്കെ വലിയ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ? സമൃദ്ധിയായി ആഹാരം കഴിക്കാനുള്ള ഒരു സമയമായി കേരളം. അതിൻ്റെ നടുവിൽ എന്തിനാണ് നമ്മൾ ലോകപ്രകാരമുള്ള ആഹാരങ്ങൾ വെടിഞ്ഞ് ദൈവത്തിൻ്റെ വചനം മാത്രം ഭക്ഷിച്ച് പ്രാർത്ഥനയോടും കണ്ണുനീരോടും ഒരു 21 ദിവസങ്ങൾ നീക്കാൻ എടുത്ത തീരുമാനം എന്താണ്? നിങ്ങൾ നടത്തുന്ന അഭിഷക്തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം കൊടുത്തൊരു വെളിപ്പാട്. യോവേലിൻ്റെ പുസ്തകത്തിൽ നിന്നും എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നും ശക്തമായ വചനം ഇടപെട്ടു. ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഈ സമയത്തിന് എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്. അതെല്ലാവർക്കും വെളിപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്നവന് വെളിപ്പെട്ടു. പ്രാർത്ഥിക്കുന്നവന് ജനവുമായി ഷെയർ ചെയ്തു. ഈ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചേ മതിയാകൂ, ഉപവസിച്ചേ മതിയാകൂ, കരഞ്ഞേ മതിയാകൂ, ഇടിവിൽ കിടന്നേ മതിയാകൂ, നെടുവീർപ്പിട്ടേ മതിയാകൂ, ഹൃദയങ്ങളെ കീറിയേ മതിയാകൂ. എന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ. ഓ റബ ശബ്ദര രഗലമന. ഹല്ലേലൂയ. ഓ രക്തത്താലെ വചനത്താലെ ജയം. ദൈവപ്രവർത്തിയുടെ സാധ്യതകൾ തീർന്നു പോയിട്ടില്ല. നമ്മൾ ഇന്ന് വരെ കണ്ടതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുകയാണ്. അത് ഈ ഉപവാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യും, ഈ ഉപവാസം കഴിയുമ്പോൾ ചെയ്യും. അതൊരു വ്യക്തിക്ക് മാത്രമല്ല, വന്ന് സംബന്ധിക്കുന്ന എല്ലാവരുടെ മേൽ ചെയ്യും. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾ എവിടെയൊക്കെയാണോ അവിടെ എല്ലാം ദൈവം പ്രവർത്തിക്കും. ഈ ലൈവിൽ കാണുന്നവരുടെ മേൽ അത് പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. അടഞ്ഞു കിടക്കുന്ന പല വഴികൾ ദൈവം തുറക്കും. ഒഴുക്ക് നിന്നുപോയ ചില മണ്ഡലങ്ങളിൽ ദൈവാത്മാവിന്റെ വലിയ പകർച്ചയുണ്ടാകും. ചില ശൂന്യതകൾ ഈ രാത്രി ദൈവം മാറ്റും. വിശ്വസിക്കുന്നവർ ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തെ പരമാർത്ഥതയോടെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം തന്റെ ദാസനായ മോശയോട് പറയുകയാണ്, മോശേ, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. കാരണം മറ്റാരോടുമില്ലാത്തൊരു കൃപ എനിക്ക് നിന്നോട് തോന്നിയിരിക്കും. 2, ഞാൻ നിന്നെ വളരെ അടുത്ത് അറിഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. 9 ദിവസമായിട്ട് ഓരോരുത്തരെയും അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുക. ഉപവാസം ദൈവത്തെ അടുത്തറിയാനുള്ള അവസരമാണ്. ദൈവത്തോട് പറ്റിച്ചേർന്ന് കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ വീണ്ടെടുപ്പുകാരനോട് പറ്റിയിരിക്കുന്ന, അടുത്തു വരുന്ന ഒരു വലിയ സമയമാണ് ഉപവാസം. പ്രൈസ് ദി ലോർഡ്. അടുത്തറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട് പറയുന്നു, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഒന്ന് വിശ്വസിക്കാമോ? ഞാൻ മെസ്സേജിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ദൂതിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗം എന്താണോ നിന്നെ കൊണ്ട് ആത്മാവിൽ അതരത്തിൽ നിന്ന് പറയിപ്പിച്ചത്, അതങ്ങനെ ദൈവം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഈ കാണുന്ന സംവിധാനമൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു ചുമ്മാ ഇങ്ങനെ ഉണ്ടായി വന്നതാന്ന്. ഹലോ, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ സമീപ വർഷങ്ങളിൽ വന്ന പലരും കാണും. നിങ്ങൾ വന്നപ്പോൾ മനോഹരമായ ഹോള്, ലൈറ്റ്, സംവിധാനം, നല്ല സുപ്രവസ്ത്രധാരികളായ പാസ്റ്റേഴ്സ്, നല്ല കൊയറ്, ഇതൊക്കെ ഒന്നുമില്ലാതിരുന്നപ്പോൾ
ഈ കാണുന്ന സ്ഥലമോ ഈ ഹോളോ ഒന്നുമില്ലാതിരുന്നപ്പോൾ, ഇത് പട്ടിക്കാടായിട്ട് കാട്ട് ജീവികൾ കിടന്ന ഈ സ്ഥലം ഇങ്ങനെ ആയി വന്നതിൻ്റെ പുറകിൽ നിങ്ങൾ അറിയാത്തൊരു ദർശനമുണ്ട്, നിങ്ങൾ അറിയാത്തൊരു വെളിപ്പാടുണ്ട്. ആ ദർശനത്തിൻ്റെ ഒരു സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നതാണ് വീണ്ടും ഉപവസിക്കാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് പരിപാടി തീർന്നിട്ടില്ല, ഇതിൻ്റെ ബാക്കി ദൈവം ചെയ്യാൻ പോകുകയാണെന്നുള്ളതിൻ്റെ ഓരോ ശരിക്കും ആരാധിക്കണം. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലകളിൽ ദൈവത്തിന്റെ ആത്മാവ് പുതിയ ഒരു ലെവലിലേക്ക് സഭയെയും അതിന്റെ നിലവാരങ്ങളെയും ഉയർത്താൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ. 9 ലക്ഷം പേര് ആരാധിക്കുന്ന സഭ, 8 ലക്ഷം പേര് ആരാധിക്കുന്ന സഭ, 1.5 ലക്ഷം പേര് ആരാധിക്കുന്ന സഭയൊക്കെ ഉണ്ട്. ഇന്ത്യയിലുണ്ട്, ആന്ധ്രയിലുണ്ട്. ഹലോ, നമ്മുടെ ഇവിടെ അങ്ങനെ ആയിക്കൂടാൻ നിങ്ങൾ തോന്നുന്നു? ദൈവദാസൻ പറഞ്ഞു 1000 പാസ്റ്റേഴ്സ് പറഞ്ഞ കാര്യ. ദൈവം പറയുന്നു ഞാൻ അങ്ങനെ ചെയ്യും. ഹലോ, നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഇവിടെ ഇപ്പൊ പറഞ്ഞത് ദൈവദാസന്റെ ഹൃദയത്തിലെ ഒരു വിഷൻ. ഈ സഭയിൽ നിന്ന് 1000 മിഷണറിമാർ, പ്രൈസ് ദി ലോർഡ്. ഒരു മിഷണറി 100 പേരെ വെച്ച് നേടിയാൽ തന്നെ എത്ര പേരായി? 1 ലക്ഷം പേരായോ? പറഞ്ഞേ, ഈ പട്ടണത്തിൽ ആളില്ലേ? റാന്നിൽ നിന്ന് ഇവിടെ ആള് വരും. അവിടെ പി സി ചെറിയാൻ്റെയും പ്രിൻസിൻ പാസ്റ്ററുടെയും രാജു മേത്ര പാസ്റ്ററുടെയും ഒക്കെ സഭയുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് ആളിവിടെ വരും. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. അതിരുകൾ വിശാലമാകാൻ നീ പറഞ്ഞ ഞാൻ വിശാലമാക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും പരക്കട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും. ചില അന്ധകാരത്തിന്റെ കോട്ടകൾ ഇടിയട്ടെന്ന് നീ പറഞ്ഞാൽ ഞാൻ അത് ഇടിക്കും. ചില യെരിഹോവിന്റെ മതിലുകൾ പൊളിയട്ടെന്ന് നീ പറഞ്ഞാൽ ഞാനത് പൊളിക്കും. ഇന്ന് പകൽക്കാലം നിന്നോട് എനിക്ക് കൃപ തോന്നിയത് കൊണ്ട് നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഓ റബ ശബ്ദരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു കാര്യം ചെയ്യാൻ നിന്റെ ഹൃദയത്തിൽ ഒരു വിഷയം തന്നാൽ, ആ വിഷയം പ്രാർത്ഥിക്കുന്നവരുമായി ഷെയർ ചെയ്താൽ, കേട്ടവർ ആ വിഷയത്തോട് ചേർന്ന് നിന്ന് ഒന്ന് മുഴങ്കാല് മടക്കിയാൽ ദൈവം ആ കാര്യം അങ്ങനെ ചെയ്യും. ഹല്ലേലൂയ. ചിലർ പറഞ്ഞ് ഇതെല്ലാം കൊണ്ട് തീർന്നെന്ന. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണെന്നാ പറയുന്നത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പോയ സന്ദർശകര് അക്കരെ ഇക്കരെ കാണാത്ത കടലിൽ കൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു വലിയ പാറ അവസാനം എൻഡിൽ നിൽക്കുകയാണ്. ആ പാറലെ എടുത്ത് ഇതിനപ്പുറത്തൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനപ്പുറത്ത് ഒന്നുമില്ല. അവർ യാത്ര മതിയാക്കി തിരിച്ച് സ്പെയിനിൽ വന്നു. സ്പെയിനിൽ വന്ന് അവരുടെ രാജാവിനോടും ഇവരെ അയച്ച പ്രിയപ്പെട്ടവരും പറഞ്ഞു അതിനപ്പുറത്തൊന്നുമില്ല. പക്ഷെ കൊളംബസ് പറഞ്ഞു അതിനപ്പുറത്തുണ്ട്. 100 കണക്കിന് ആള് പറഞ്ഞു ഒന്നുമില്ലെന്ന്. ഒരുത്തൻ പറഞ്ഞുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൂടെ ആ സ്വപ്നത്തിന് പങ്കുചേരാൻ കുറെ പേര് കൂടിയവരെയും കൊണ്ട് അവൻ യാത്ര തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. യാത്ര ആഴ്ചകൾ നീണ്ടു, മാസങ്ങൾ നീണ്ടു. കൊണ്ടുപോയ ആഹാരമെല്ലാം തീർന്നു. ശക്തമായ പ്രതികൂലത്തിന്റെ കാറ്റുകൾ. ഒന്നും കാണാനില്ല. അപ്പൊ ഈ കൂടെ പോയി യാത്രക്കാർ പറഞ്ഞു നമ്മളുടെ ആഹാരം തീരുന്നു, നമ്മുടെ ശുദ്ധജലം തീരുന്നു, ഇനിയും മുൻപോട്ട് പോയാൽ നമ്മളെല്ലാം ഈ കടലിൽ അസ്തമിക്കും, ഇതിനപ്പുറത്തൊന്നുമില്ലെന്ന് അവര് പറഞ്ഞത് ശരിയാ, അപ്പുറത്തൊന്നുമില്ല. ഉടനെ ഈ മനുഷ്യൻ പറയാണ്, നിങ്ങൾ കണ്ടോ 2 ദിവസമായിട്ട് പക്ഷികൾ പറന്നു വരികയും തിരിച്ചു പോവുകയും ചെയ്ത് കണ്ടോ?
കടലിൽ പക്ഷി വളരത്തില്ലല്ലോ, കടലിൽ മത്സ്യമല്ല വളരത്തുള്ളൂ. അങ്ങനെ പക്ഷിക്ക് വന്ന് തിരിച്ചു പോകാൻ കഴിയുന്നൊരു കര എവിടെയോ ഉണ്ടല്ലോ. സ്തോത്രം. നിങ്ങൾ കണ്ട 2 ദിവസമായിട്ട് പച്ചപ്പുല്ലുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. അങ്ങനെയാണ് ഏതോ പ്രളയത്തിൽ നിന്ന് ഒഴുകി വരുന്ന പുല്ലുകളുമായി വരുന്ന ഒരു കര അടുത്തുണ്ടല്ലോ. നോക്കി, ആ മനുഷ്യന്റെ കാഴ്ചപ്പാട് നോക്കി. കപ്പലിൽ പോകുന്ന മൊത്തം പേര് പറഞ്ഞൊന്നുമില്ല, പ്രൈസ് ദി ലോർഡ്, തിരിച്ചു പോവാം. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞല്ല, ചില സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്, ചില ചെറിയ ചെറിയ സിംഹങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എന്റെ ദർശനത്തിന്റെ അടുക്കലേക്ക് ഞാൻ അടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ തിരിച്ചു പോയിരുന്നെങ്കിൽ അമേരിക്ക കാണത്തില്ലായിരുന്നു. പക്ഷെ ദൈവം ആ മനുഷ്യനെ മുൻപോട്ട് പോകാനായിട്ട് ചില പ്രേരക ശക്തികൾ, ചെറിയ ചെറിയ ചില അടയാളങ്ങൾ കാണിച്ചു. ഇന്ന് രാത്രിയിൽ നീ പുറകോട്ട് പോകല്ല, മുൻപോട്ട് പോകണം. നീ പോകുന്നത് ലക്ഷ്യത്തിലേക്കാണെങ്കിൽ ദൈവം അത് പൂർത്തീകരിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പോകാൻ പറയുന്ന സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ദിവസം പ്രാർത്ഥനാ മുറി മുട്ടുമടക്കിയിരിക്കുമ്പോൾ ശക്തനായ പ്രവാചകൻ ഇരമ്യാവിനെ ദൈവം വിളിച്ചു പറഞ്ഞു, മോനെ നീ എഴുന്നേക്കണം, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിൽ പോണം. ഞാൻ നിന്നെ കുശവന്റെ വീട്ടിൽ വെച്ച് ഒരു വചനം പഠിപ്പിക്കും. ദൈവവിളിയുള്ളവൻ ദൈവം പറഞ്ഞത് കേട്ട് നേരെ അങ്ങോട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നപ്പോഴാണ് തകർന്നതിനെ പണിയുന്ന ഒരു കുശവനെ അവൻ കാണുന്നത്. ഹലോ, ഈ 9ാമത്തെ രാത്രിയിലും തകർന്ന ചിലതിനെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. 9 ദിവസമായി 24 മണിക്കൂറും ഇങ്ങനെ ചലിക്കുന്ന ഒരു കരം. ഇരമ്യാവ് ഞെട്ടിപ്പോയൊരു കാര്യമുണ്ട്. കയ്യിൽ ചീത്തയായി പോയ 1ാമത്തെ പ്രഥമ പണിയിൽ തന്നെ ചീത്തയായി പോയ ഒന്നിനെ കളയാതെ ഇങ്ങനെ 24 മണിക്കൂറും ആ മണ്ണിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ചലിക്കുന്ന ഒരു കരം അവൻ കണ്ടു. ഇന്ന് രാത്രി 9ാമത്തെ രാത്രിയാ. ആ കരം നിന്റെ മേൽ ചലിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന ഒരു പ്ലാനിൽ നീ പുറത്തു വരേണ്ടതിന് വിശ്വസിക്കുന്നവര് മാത്രമേ ഇന്ന് രാത്രി ആരാധിക്കാവുള്ളൂ. നിന്നെ കുറിച്ച് ഒരു ദൈവഹിതം ദൈവത്തിനുണ്ട്. ഓ ഹല്ലേലൂയ. ഉദാരമന രഗദബലബ ശംദരാദര റിഖബബബബബ. ഹല്ലേലൂയ. നീ കൃപയിൽ വന്നപ്പോൾ നിന്നെ പരിഹസിച്ചവർ കാണും. നീ ശക്തമായ തീരുമാനമെടുത്ത് സ്നാനപ്പെടാൻ പ്രതീക്ഷിച്ചപ്പോൾ നിന്നെ അവഗണിച്ചവർ കാണും. കൂട്ടമായി നിന്നെ കഴുകന്മാർ പറന്ന് കൊത്തുന്ന പോലെ കൊത്തിയവർ കാണും. പക്ഷെ പരിഹസിച്ചവരുടെ മുമ്പിൽ പരിഗണിക്കുന്ന ദൈവത്തിന്റെ കരം, അവഗണിച്ചവരുടെ മുമ്പിൽ അംഗീകരിക്കുന്ന ദൈവത്തിന്റെ കരം ഈ ഉപവാസം കഴിയുമ്പോൾ നിന്റെ കൂടാരത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറഞ്ഞാൽ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. അവഗണിച്ചവരുടെ മുമ്പിൽ, അല്ലെ അപമാനിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ ദൈവത്തിന്റെ കരുതലിന്റെ കരം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 10ാം അധ്യായം അതിന്റെ 14ാമത്തെ വാക്യം. മിടുക്കി മിടുക്കി, കറക്റ്റ് വാക്യം. മിടുക്കിമോളെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മൈക്കിലൂടെ വായിക്കുന്ന ആളോട് ഒന്ന് വായിച്ചേ. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. മോള് പിന്നെയും വായിക്കണം കേട്ടോ. ഞാൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി മൈക്കിലൂടെ വായിപ്പിച്ചോളൂ. മോള് മിടുക്കിയ. സ്തോത്രം.
ഇത് ലൈവൂഡ് ആയതുകൊണ്ട് അവർക്കൂടെ കേൾക്കാൻ വേണ്ടി പാസ്റ്റപ്പച്ചൻ മൈക്ക് കൂടെ വായിപ്പിച്ചുള്ളൂ. മോള് വീണ്ടും വായിക്കണം കേട്ടോ. കൈയുയർത്തിയുടെ അല്ലേ പറഞ്ഞു. നമുക്കിങ്ങനത്തെ കുഞ്ഞുങ്ങൾ വേണം. അവരാണ് നമ്മുടെ സഭയുടെ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, മോശയുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിരുന്നു ആര്? യോശുവ. ഈ മോശയും യോശുവയും തമ്മിലുള്ള വ്യത്യാസം, മോശ നല്ല ആഹാരം കഴിച്ച് വളർന്നവനാ, മോശ നല്ല വസ്ത്രം ധരിച്ചവനാ, മോശ നല്ല സ്കൂളിൽ പഠിച്ചവനാ, മോശയുടെ കൂട്ടുകാരെല്ലാം റോയൽ ഫാമിലിയിൽപ്പെട്ടവരാണ്. സ്തോത്രം. യോശുവ സ്കൂളിൽ പോയതായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടില്ല. സ്തോത്രം. നല്ല ആഹാരം കഴിച്ചു നടത്തില്ല, ചിറ്റുള്ളിയും ചീരയും പടവലങ്ങായും തിന്നുന്ന വീട്ടിലവൻ വളർന്നേ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവൻ്റെ ഒരു ക്വാളിറ്റി ഈ ദൈവം തിരഞ്ഞെടുത്തവൻ്റെ കൂടെ നിന്നുള്ളതാണ്. സ്തോത്രം. ഈ ജനത്തെ നയിക്കാനുള്ളതായ രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും യുദ്ധതന്ത്രപരമായിട്ടും എല്ലാം അറിവുള്ള മനുഷ്യനാണ് മോശ. ആ നിലയിൽ ഒരു ക്വാളിറ്റിയും പറയാനില്ലാത്ത ആളാണ് യോശുവ. അദ്ദേഹത്തിൻ്റെ ആകെ ക്വാളിറ്റി മോശയുടെ കൈ കുഴഞ്ഞപ്പോൾ ഒന്ന് താങ്ങി പിടിച്ചു കൊടുത്തു. സ്തോത്രം. മോശ കയറിപ്പോകുമ്പോൾ ഇറങ്ങി വരുന്നിടം വരെ ക്ഷേമത്തോടെ ഇറങ്ങി വരാൻ വേണ്ടി ഇടയ്ക്ക് പോയി പാത്തിരുന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. പിന്നെ കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ പുസ്തകം പിടിച്ചുകൊണ്ട് കൂടെ നടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കാണത്തേ ഉള്ളൂ. പക്ഷെ മോശയോട് പറഞ്ഞൊരു കാര്യം യോശുവ കേട്ടിരുന്നു. എന്താ മോശയോട് പറഞ്ഞത്? നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും എന്ന് ദൈവം മോശയോട് പറഞ്ഞത് യോശുവ കേട്ടു. തൻ്റെ ജീവിതം ഒരു വലിയ പ്രതിസന്ധി വരികയാണ്. പ്രതിസന്ധി രൂക്ഷമായി, നേരം വൈകുന്നു, യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു, ഇരുട്ടിന്റെ മറപറ്റി ശത്രുശക്തി ദൈവത്തിന്റെ സ്വന്തം ജനത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. ഈ അവസരത്തിൽ യോശുവ ഒരു കാര്യം ഓർത്തു. ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞായിരുന്നു, എൻ്റെ ദാസനായ മോശയുടെ കൂടെ ഞാൻ ഇരുന്നത് പോലെ തന്നെ നിന്റെ കൂടെ ഇരിക്കും. ഒരു സ്വത്രം പറഞ്ഞേ. ഇവന്റെ ആകെ കയ്യിലുള്ളൊരു പിടി എന്ന് പറയുന്നത്, നിന്റെ യജമാനനായ മോശയുടെ കൂടെ ഞാൻ എങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് രാത്രി നീ വിശ്വസിക്കണം, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാകയാൽ നിന്നെ അഭിഷേകം ചെയ്ത് വേർതിരിച്ചവൻ നിന്നോട് പറയുന്നു, മോശയോട് കൂടെ ഇരുന്ന അതേ ദൈവമാണ് നിന്റെ കൂടെ ഇരിക്കുന്നതെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറായാൽ അപ്പൊ യോശുവ ഇങ്ങനെ കൂടെ നടന്നെങ്കിലും തൻ്റെ യജമാനന്റെ ശുശ്രൂഷകളെല്ലാം ഇങ്ങനെ ശാന്തമായിട്ട് പുറകിൽ നിന്ന് കണ്ടു പഠിക്കുക. ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് 4 പാടും വഴിയടഞ്ഞപ്പോഴാണ്. വഴിയടഞ്ഞ് ജനമെല്ലാം കൂടെ ലീഡറിനെ തല്ലിക്കൊല്ലാൻ തുടങ്ങുമ്പോൾ ലീഡർ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരി, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇപ്പൊ കണ്ടോണം, മുൻപോട്ട് പോ എന്ന അധികാരത്തോടെ പറയുകയും ജനത്തെക്കാട്ടി മുമ്പേ കടൽ പേടിച്ചു പോയി. അഭിഷക്തന്റെ വായിന്ന് വന്ന വാക്ക് കേട്ടപ്പോൾ കടൽ പേടിച്ചു. പ്രകൃതിയുടെ കാറ്റ് ഭയപ്പെട്ടു. കാറ്റ് ഒരൊറ്റ അടിക്കി അടിച്ചു, കടൽ 2ആക്കി മാറ്റി. ജനം അക്കരയ്ക്ക് പോകുന്ന കാഴ്ച പുറകെ നിൽക്കുന്ന യോശുവ കണ്ടതാ. അപ്പൊ യോശുവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ നേതാവ് പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിക്കണം, അന്ധകാര മണ്ഡലങ്ങൾ നിന്റെ ഭാവിക്ക് നേരെ വഴിയടയ്ക്കുമ്പോൾ അടഞ്ഞ വഴികളെ അഭിഷക്തന്റെ വാക്കിനാൽ തുറക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഓ, വിശ്വസിക്കുന്നവർ ഈ രാത്രി ആരാധിക്കാതിരിക്കരുത്. കോട്ട കൊത്തകളെ ഇടിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി. ഓ റബ ശബ്ദാരാമ. ഹല്ലേലൂയ. ഓ, രക്തത്താലെ വചനത്താലെ ജയം, രക്തത്താലെ വചനത്താലെ ജയം. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ ഒരൊറ്റ മനുഷ്യന്റെ വാക്കിൽ പിൻഗമിച്ചു വരുന്ന 30 ലക്ഷത്തോളം ജനത്തിനു വേണ്ടി ഒരു വലിയ വഴി തുറക്കുന്നത് യോശുവ കണ്ടതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ വഴിയൊന്നുമല്ല കേട്ടോ. ഇത്രയും ജനവും അവരുടെ ദാസിദാസന്മാരും അവരുടെ ആടുമാടുകളും അവരുടെ കഴുതകളും അവരുടെ കാളവണ്ടി, പ്രൈസ് ദി ലോർഡ്, എല്ലാം കൂടെ 3 മണിക്കൂർ കൊണ്ട് അക്കരെ കയറണം. 3 മണിക്കൂർ കൊണ്ട് അക്കരെ കയറാവുന്ന ഒരു വഴിയാ ദൈവം തുറന്നത്. ദൈവം തുറക്കുമ്പോൾ തോമാച്ചന്റെ വസ്തുവിന്റെ അതിരും മത്തായിച്ചന്റെ വസ്തുവിന്റെ ഇടയ്ക്കുള്ള വെള്ളം പോകുന്ന ഇടത്തോടാന്ന് ആരും വിചാരിക്കല്ലേ. ഹല്ലേലൂയ. നിന്റെ കൂട്ട് ചുരുങ്ങിയ ഹൃദയമല്ല ദൈവത്തിന്റെ. ദൈവമാണ് വഴി തുറന്നതെങ്കിൽ തുറക്കുന്ന വഴി ചെറുതല്ല, അതൊരു വലിയ വഴിയാ. ഈ രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴി ഒരു അസാധാരണമായ വഴി. പ്രൈസ് ദി ലോർഡ്. യോശുവ ഞെട്ടിയ രണ്ടാമത്തെ കാര്യം, കടലിന്റെ അടി കര പോലെ ഉണക്കുന്ന കാറ്റടിച്ചിട്ട് കരയ്ക്ക് നിന്നവന്റെ തോളത്തെ തോർത്ത് പോലും പറന്നു പോയില്ല. സ്തോത്രം. കരയ്ക്ക് നിന്നൊരു മനുഷ്യന്റെ തലയിലെ തൊപ്പി പോലും പറക്കാതെ തൊട്ട് മിന്നലത്തെ കടൽ കര പോലെ ഉണക്കി. 2, വെള്ളം ചിറ പോലെ നിന്നു. അപ്പം വെള്ളത്തിന്റെ സ്വഭാവം മാറി. ഒരു മനുഷ്യന്റെ വാക്കിൽ വെള്ളത്തിന്റെ സ്വഭാവം മാറി. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു മനുഷ്യൻ പറഞ്ഞ ഒരൊറ്റ വാക്ക്, വെള്ളം മാറാൻ പറഞ്ഞില്ല, വെള്ളം ചിറ പോലെ നിൽക്കാൻ പറഞ്ഞില്ല. നിങ്ങൾ മിണ്ടാതിരി, ദൈവം ചെയ്തത് ഇപ്പൊ കണ്ടോണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം, ആ പ്രതിഭാസം, വെള്ളത്തിന്റെ സ്വഭാവം മാറി. വെള്ളത്തിന്റെ സ്വഭാവം ഇറങ്ങുന്നവനെ മുക്കുക എന്നുള്ളതാണ്. തീയുടെ സ്വഭാവം എന്തുവാ? വീണോനെ കത്തിക്കുക എന്നുള്ള. പക്ഷെ അഭിഷക്തം വീണപ്പോ തീയുടെ സ്വഭാവം മാറി. 7 മടങ്ങുള്ള തീയുടെ സ്വഭാവം മാറി. മണം പോലും ഏക്കാതെ വണ്ണം സ്വഭാവം മാറി. ഇതിനകത്ത് നീ ഒരു വാക്ക് പറഞ്ഞാൽ തീയുടെ സ്വഭാവം മാറും. നീ ഒരു വാക്ക് പറഞ്ഞാൽ വെള്ളത്തിന്റെ സ്വഭാവം മാറും. ആര് ഈ രാത്രി വെളിപ്പെട്ടു വന്നവൻ നിന്റെ വാക്ക് പോലെ ചെയ്യാൻ കഴിവുള്ളവനാ. ഓ, വിശ്വസിക്കുന്നവർ ഈ രാത്രി മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. നോക്കിയ തീയുടെ സ്വഭാവം, തീക്കകത്ത് ആരെങ്കിലും വീണ അവനെ കരിച്ചു കളയാന്നുള്ള. ഇത് സാധാരണ തീയല്ല, 7 മടങ്ങുള്ള ചൂടുള്ള തീയാണ്. എന്ന് പറഞ്ഞാൽ കൊണ്ടിടാൻ ചെന്നമാര് കരയ്ക്ക് വെച്ച് തന്നെ കത്തിയ തീയ. സ്തോത്രം. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ വീണപ്പോൾ സ്വഭാവം മാറി. പ്രൈസ് ദി ലോർഡ്. അഭിഷക്തർ അക്കരെ കയറുന്നവരെ വെള്ളത്തിന്റെ സ്വഭാവം മാറി. വെള്ളം കല്ലായി, വെള്ളം കരയായി. നിങ്ങൾ മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? സിംഹത്തിന്റെ സ്വഭാവം എന്തുവാ? ഏതവനെ കിട്ടിയാലും 5 മിനിറ്റ് കൊണ്ട് കടിച്ചു കയറി അസ്ഥി വേറെ ഇട്ട് മാംസം കഴിക്കുക. പക്ഷെ അഭിഷേകത്തിൽ നിന്നപ്പോൾ സിംഹത്തിന്റെ സ്വഭാവം മാറി. പുള്ളി കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങുന്നതിന്റെ മണ്ടയ്ക്കൂടെ തല വെച്ച് പുള്ളി ഉറങ്ങി. ഹലോ, ഇന്ന് രാത്രി പലതിന്റെ സ്വഭാവം മാറാൻ പോകുകയാണ്. നീ ഒന്ന് വിശ്വസിച്ചേ. നീ ആരാധിക്കുന്ന അതരം കൊണ്ട് ചിലത് കൽപ്പിച്ചേ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനെതിരെ വാടകോരി, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന, നിന്റെ അഭിഷേകത്തെ തകർക്കാൻ നിൽക്കുന്ന, നിന്റെ ആരാധന ഉയർച്ചയെ ബലഹീനമാക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ നിഷ്പ്രഭമാക്കുന്ന ദൈവശക്തി, ഓ ജനം ഈ രാത്രി ഏറ്റെടുത്തൊന്ന് ആരാധിക്കട്ടെ. സ്വർഗം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുകയോ. ഓ രാമ ശബ്ദര രഗബല റൗഷ സൈഡേ. ഓ വെള്ളം എപ്പോഴും താഴോട്ട് വിടുക, വെള്ളം ഒരിക്കലും മേളോട്ട് വിടുകയാറില്ല. യോർദാനിലെ വെള്ളം മുഴുവൻ വരുന്നത് അങ്ങ് ഉയർത്തി നിന്നാണ്. ഹെർമോന്യ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞാണ് യോർദാൻ. അങ്ങനെ വെച്ചാ
പക്ഷേ പെട്ടകം ചുമതോ കാലി ഔട്ടും വെള്ളം പുറകോട്ട് പോയത്. പുറകോട്ട് പോയെന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? മുണ്ടക്കയത്തുനിന്ന് വെള്ളം കട്ടപ്പനയ്ക്ക് കയറിയത്. ഹലോ, ലോ റേഞ്ചിൽ നിന്ന് വെള്ളം ഹൈ റേഞ്ചിൽ പോയെന്നാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വെള്ളം തിരിച്ചൊഴുകുമോ? ഒരു മനുഷ്യന്റെ വാക്ക് കൽപ്പിച്ചാൽ നിനക്കെതിരെയുള്ള ഒഴുക്ക് തിരിഞ്ഞൊഴുകും. ഒഴുകും. നീ ഒന്ന് വിശ്വസിച്ചേ. നിന്നെ നിന്റെ കുടുംബത്തെ ഒഴുക്കിക്കൊണ്ടുപോകാൻ വന്ന വെള്ളം തിരിച്ചൊഴുകുമെന്ന്, വിട്ടവന്റെ കൂടാരത്തിലേക്ക് ഒഴുകുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുകയാ. മൗനമായിരിക്കരുത്. അസാധാരണമായ ഒരു ദൈവകൃപ ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെട്ട് നീ പറയുന്നത് പോലെ എന്റെ ദൈവം ചെയ്യാൻ പോകുകയാ. കരോ ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഇവിടെ നമ്മൾ വായിച്ചത് ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ദൈവം ഇങ്ങനെ ചെയ്തതുപോലെ ഇതിന് മുമ്പോ ഇതിന് പിൻപോ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ മനസ്സിലിരിക്കുന്ന ഇന്നാരുടെ വീട്ടിൽ ഉണ്ടായത് ഒരു വിടുതൽ എൻ്റെ വീട്ടിൽ ഉണ്ടാകണം, അത് മുമ്പ് സംഭവിച്ചതാണ്. ഹലോ, ആർക്കേലും ഉണ്ടായതല്ല നിന്റെ വീട്ടിൽ വരണ്ടേ. ഇതുവരെ ആരുടെയും വീട്ടിൽ ഉണ്ടായിട്ടില്ലാത്തത്, വേറെ സഭകളിൽ ഉണ്ടായതല്ല, ഒരു സഭയിലും ഉണ്ടായിട്ടില്ലാത്തത്, ഒരു മിനിസ്ട്രിയിലും വെളിപ്പെട്ടു വരാത്തത്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെ മറ്റാർക്ക് ചെയ്യാൻ കഴിയാത്തത് നിന്റെ മിനിസ്ട്രിയിൽ ചെയ്തെടുക്കുവാൻ Praise the Lord. Praise the Lord. എന്തുവാ യോശുവ പറഞ്ഞു? സൂര്യ നീ ഗിബയോനിലും. സ്ഥലം പറ, എവിടെ നിൽക്കണമെന്ന് പുള്ളിയാ തീരുമാനിക്കുന്നത്. ഹലോ, എവിടെയും നിന്നാ പോരാ, ഞാൻ പറഞ്ഞിടത്ത് നിൽക്കണം. സൂര്യൻ എവിടെയും നിൽക്കട്ടെന്നല്ല പറഞ്ഞേ, സ്ഥലം ഞാനാ നിശ്ചയിക്കുന്നേ. കാരണം എൻ്റെ യജമാനോട് പറഞ്ഞാണ് നീ പറയുന്ന പോലെ ഞാൻ പറഞ്ഞേ, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യും. വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കണം. സൂര്യനും ചന്ദ്രൻ ചോദിച്ചു, എപ്പം വരെ നിൽക്കണം? എൻ്റെ യുദ്ധം ജയിക്കുന്നത് വരെ. ടൈം നിശ്ചയിക്കുന്നതും പുള്ളിയാ, സ്ഥലം നിശ്ചയിച്ചത് പുള്ളിയാ, ടൈം നിശ്ചയിച്ചതും നിങ്ങൾ മിണ്ടുന്നില്ല. എന്നേലുമുള്ള വിടുതൽ കൊണ്ടാണ് നിങ്ങളിരിക്കുന്നത്. അതാ നിങ്ങൾ സ്തുതിക്കാത്ത. പ്രൈസ് ദി ലോർഡ്. ഉപവാസം കഴിഞ്ഞ് അടുത്ത വർഷം തീരുന്നതിന് മുമ്പേ, 24 തീരുന്നതിന് മുമ്പേ ഒരു വിടുതൽ കാണാൻ നീ ഇരിക്കുന്നത്. യോശുവ അങ്ങനൊന്നുമല്ല. ടൈം വെച്ചേക്കുക, സ്ഥലം പറഞ്ഞേക്കുക. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഇത് കേട്ടച്ചു പോകല്ല. നീ രാത്രി പറയണം, നീ പറഞ്ഞു പ്രാപിക്കണം. അന്യഭാഷ പറയുന്ന അധരം കൊണ്ട്, ആത്മാവിൽ ആരാധിക്കുന്ന അധരം കൊണ്ട് ഇന്ന് രാത്രി ചിലരോട് കൽപ്പിക്കുവാൻ ദൈവാത്മാവ് ദൂത് പറയുകയാ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാം സയൻസ് പഠിച്ചവരാണല്ലോ. ഈ സൂര്യനും ചന്ദ്രനും നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ടും നിൽക്കുകയും ബാക്കി ഗ്രഹങ്ങളെല്ലാം കൂടെ കറങ്ങും കൂടെ ചെയ്താൽ ഉണ്ടാകാവുന്ന സ്ഥിതി ഓർത്തു നോക്കി. 2 ഗ്രഹം നിശ്ചലമായി. ബാക്കി ഈ സൗരയൂഥം എന്ന് പറഞ്ഞ ഒരു ഗാലക്സിക്കകത്തെ ഗ്രഹങ്ങളെ ബാക്കി എല്ലാം കൂടെ കറങ്ങും കൂടെ ചെയ്യാന്നിരിക്കട്ടെ, എന്തോ സംഭവിക്കും? കൂട്ട ഇടി നടക്കത്തില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നിശ്ചലമായേ?
സൗരയൂഥമെന്ന് പറയുന്ന നാം പഠിച്ചേക്കുന്ന ഒരു ഗാലക്സി, സൂര്യനും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സകല ഗ്രഹങ്ങളും നിശ്ചലമായെന്നാണ്. ആര് നിമിത്തം? ആത്മാവുള്ള ഒരു സാധാരണ മനുഷ്യൻ. യോശുവ 60 കിലോ ആണോ 80 കിലോ ആണോ എന്ന് പുള്ളിക്ക് അറിയത്തുള്ളൂ. 6 അടി പൊക്കം കൂട്ടിക്കും. യഹൂദനല്ലേ, ഒരു 6 അടി പൊക്കം, ഒരു 80 കിലോ തൂക്കം കൂട്ടിക്കും. നമ്മുടെ വാ പോലെ 32 പല്ല്, ഒരു നാക്കുമുള്ള കൊച്ചൊരു വാ. ഹലോ, നമ്മുടെ കൂട്ട് ഒരു ചെറിയ തലച്ചോറ്. ഒരുമാതിരി പൊട്ടന്മാരല്ലേ ഇതൊക്കെ പറയത്തുള്ളൂ. സൂര്യ നിൽക്കുന്നൊക്കെ പറ. വെളിവെള്ളാരെങ്കിലും പറയുമോ? മിണ്ടുന്നില്ല. പ്രൈസലോ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ പുള്ളിയുടെ ബുദ്ധിയെല്ലാം അബലമായി. നിന്റെ ബുദ്ധി കൊണ്ട് ചെന്ന് കാര്യം നടക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. നിന്റെ ബുദ്ധിക്ക് എത്താത്തൊരു വൻകാര്യമായത്. അത് പറയണമെങ്കിൽ നീ ഇന്ന് രാത്രി ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കാൻ തയ്യാറാകണം. ഞാൻ പറയുന്ന ചെറിയ വാക്ക് അംഗീകരിക്കുന്ന ഒരു വലിയ ദൈവം എനിക്കുണ്ടെന്ന്. അങ്ങനെ സംഭവിക്കട്ടെ. ചിലതൊക്കെ ഈ രാത്രി വിട്ടുമാറട്ടെ, ചിലതൊക്കെ നിശ്ചലമാകട്ടെ. ചില രോഗത്തിന്റെ കെട്ടുകൾ, ചില ശാപത്തിന്റെ കെട്ടുകൾ, ചില പൈശാചിക ആധിപത്യങ്ങൾ, ചില അന്യാരാധന മണ്ഡലങ്ങൾ, ചില ആഭിചാര കോട്ടകൾ. ഓ ജീസസ്. ഹല്ലേലൂയ. കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഈ കൊച്ചു തലച്ചോറ് കൊണ്ട് പറയാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ കൂടെ യുദ്ധം ചെയ്യുന്ന നല്ല വിശ്വാസം നിൽക്കുക, ഞാൻ അവരുടെ മുന്നേ വെച്ച് പറഞ്ഞ് അത് നടന്നില്ലെങ്കിൽ നാണം കേടാവും, അപ്പം നാളെ എന്നെ മാറ്റാൻ വേണ്ടി ട്രാൻസ്ഫർ ലെറ്ററും വരും. അതിപ്പോൾ അത് അങ്ങനത്തെ ഒരു അബദ്ധവാക്ക് പറയാതിരുന്നേക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പുള്ളി പറയത്തുമില്ല, സൂര്യൻ നിൽക്കത്തുമില്ല, 8 നില യുദ്ധത്തിൽ നോക്കുകയും ചെയ്തു. പ്രൈസലോ. എന്നേരം താൻ കൂടെ നിൽക്കുന്നവരെ നോക്കിയില്ല, പറഞ്ഞേ, സാഹചര്യം നോക്കിയില്ല, തനിക്ക് ഈ രാത്രി യുദ്ധത്തിൽ ജയിക്കണം. പ്രൈസലോ, പ്രൈസലോ. ദൈവം ഒരു വാക്കാണ് പറഞ്ഞായിരുന്നു, ഞാൻ ഒരു യുദ്ധവീരനെ പോലെ നിന്റെ കൂടെയുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ബലഹീനമായ നിന്നോട് പറയുന്നു, ഒരു യുദ്ധവീരനെ പോലെ സ്വർഗം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട്. ഈ 9ാമത്തെ രാത്രിയിൽ നീ പറയുന്നത് പോലെ ചെയ്യുന്ന ഓ ജീസസ്. ലൈവിൽ ഇന്ന് രാത്രിയിലും പിന്നീട് ഇട്ട് കേൾക്കുന്ന സ്നേഹിത, പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഏത് ടൈം സോണിൽ ഇരിക്കട്ടെ, ഏത് രാജ്യത്തിരിക്കട്ടെ, ഈ ദൂത് ഇവിടം കൊണ്ട് തിരികെയല്ല. നീ ഇരിക്കുന്ന കൂടാരത്തിൽ ചിലതിനെ നോക്കി നീ കൽപ്പിക്ക്. ഇന്ന് രാത്രി ചലനം പറ്റിരിക്കാതെ, നിർവികാരിയായിട്ടിരിക്കാതെ, ചില പോരുകൾക്ക് നേരെ വിരൽ ചൂണ്ട്. ഈ രാത്രി നീ വിരൽ ചൂണ്ടിയാൽ ചില മണ്ഡലങ്ങൾ നിശ്ചലമാകാൻ പോകുക. വിശ്വസിക്കുന്നവരെ മാത്രമേ ആരാധിക്കാവൂ. നാളുകളായി നിന്റെ ശുശ്രൂഷയെ വെല്ലുവിളിക്കുന്ന, നിന്റെ അഭിഷേകത്തെ വെല്ലുവിളിക്കുന്ന, നിന്റെ ആത്മീയ ആരാധന മണ്ഡലങ്ങളെ വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്ക് നേരെ ഈ രാത്രി അധികാരത്തോടെ വിരൽ ചൂണ്ട്. ഓ ധൂഡ മാന ധീര ധ്യാന വൈഡ രഗദ രൗഡ റിബല. ഓ രക്തത്താല വചനത്താല ചെയ്യ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. നീ പറയുന്നത് പോലെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മളത് ഇന്ന് രാത്രി പ്രാക്ടിക്കലാക്കണം. യേശു ആ രാത്രിയിൽ ബഥാനിയിൽ പാർത്തു. അതിരാവിലെ എഴുന്നേറ്റ്
യെരുശലേമിലേക്ക് പോവുകയാണ്. മത്തായി 21:18 അവൻ അതിരാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ നന്നായി വിശന്നു. അർത്ഥം, ഇന്നലെ പാർത്ത ബെഥാന്യയിലെ വീട്ടിൽ കഞ്ഞിയില്ലായിരുന്നു. ഹലോ, കഞ്ഞിയില്ലാത്ത, കുപ്പൂസില്ലാത്ത, ചപ്പാത്തി ഇല്ലാത്ത മാർത്തയുടെയും മറിയുടെയും വീട്ടിലായിരിക്കും പാർത്ത്. ആ രാത്രിയിൽ ബെഥാന്യയിൽ പാർത്തു. രാവിലെ വിശക്കണമെങ്കിൽ കഴിഞ്ഞ രാത്രി ഒന്നും പറഞ്ഞേ, അതല്ലേ ശരി? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത്താഴത്തിന് വകയില്ലാത്തടത്താണ് കിടന്ന്. രാവിലെ കണ്ടപ്പോൾ നല്ല തടിയും നല്ല ഇലയും നല്ല തളിർപ്പും ഒക്കെ ഉള്ളത് നിൽക്കുന്നു. നമ്മൾ കാണുന്ന നല്ല തടിയും തളിർപ്പും ഒക്കെ അതിനകത്ത് ഉണ്ടെങ്കിലും ഫലമൊന്നുമില്ല. കാഴ്ചയ്ക്ക് തടിയും തൻ്റെ ഇടമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അകത്ത് ഫലമൊന്നുമില്ല. ഇല പൊക്കി നോക്കുമ്പോഴല്ലേ അറിയുന്ന അകത്തൊന്നും ഇല്ലെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ധാരണ ഇതെല്ലാം കൂടെ കാണുമ്പോൾ പുള്ളിയുടെ കയ്യിലാണ് സാമ്രാജ്യമല്ല ഇരിക്കുന്നത്, പുള്ളി കൈ വീശിയ ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ വഴി നിൽക്കുക, തടച്ച് നിൽക്കുക, ആര് കണ്ടാലും ഒന്ന് നോക്കും. സ്തോത്രം. കർത്താവിന് വലിയ പ്രതീക്ഷയായിപ്പോയി. കഴിഞ്ഞ രാത്രി ഒന്നും കിട്ടിയില്ലേ, രാവിലെ ഇതെന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയതാണ്. മീൻ്റെ ചെകളയ്ക്കകത്തെ ചതുർദമ്പം കണ്ട കണ്ണുകൊണ്ട് അടിച്ചു പറക്കി നോക്കിയിട്ടൊന്നുമില്ല. ഹലോ, ആ കർത്താവ് പറഞ്ഞു മേലി ഫലം ഉണ്ടാകാതെ പോട്ടെന്ന് ഞങ്ങൾ പോയി. ഉണങ്ങാനൊന്നും പറഞ്ഞില്ലെന്ന്. ശിഷ്യന്മാർ നോക്കുമ്പോൾ വേര് തൊട്ട് ഉണങ്ങി, വേര് തൊട്ട് ഉണങ്ങി. ഫലമുണ്ടാകാതെ പോകട്ടെന്ന് ആര് പറഞ്ഞുള്ളൂ? കർത്താവ് പറഞ്ഞുള്ളൂ. പക്ഷെ ആ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിൻ്റെ ശക്തി വഴിയറമ്പിൽ പലരെയും ആകർഷിപ്പിച്ച് നിൽക്കുന്ന, ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന. എൻ്റെ കൂടെ നിന്ന് വരണേ. 5 കാശിൻ്റെ ഫലമില്ല, പക്ഷെ ഇല്ലാത്ത എന്തൊക്കെയോ തനിക്ക് ഉണ്ടെന്ന് വഴിപോക്കർക്ക് തോന്നിപ്പിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. സമീപത്തെ വൃക്ഷങ്ങൾക്ക് ലഭിക്കേണ്ടിയ വളമൊക്കെ ആഴത്തിൽ നിന്ന് ഊറ്റി വലിച്ചെടുത്ത് അത് കായ്ക്കേണ്ടതൂടെ ഇത് വലിച്ചു തന്നെ തളർത്തു നിൽക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ ഫലം കായ്ക്കേണ്ടിയ വളം നീ അറിയാതെ ആഴത്തിൽ നിന്ന് വലിച്ചെടുത്ത്, ഞാൻ ആരോടൊക്കെ ആത്മാവ് ഇടപെടുകയാ. ചില റൂട്ടുകൾ ഈ രാത്രി കരിയാൻ പോകുകയാ. അനുഗ്രഹത്തിന്റെ വിരോധമായി നിൽക്കുന്ന ചില വേരുകളെ ദൈവം കരിക്കുകയാ. വിശ്വസിക്കാൻ ദൈവത്തെ ആരാധിക്കണ്ടേ? അകത്തു വന്ന് ഫലം കായ്ക്കേണ്ട പലതിന്റെയും നന്മകളെ ആഴത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് തഴച്ചു നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ആത്മാവിന്റെ അധികാരത്തിൽ കരിച്ചിട്ട്, ജീസസ്, പരിശുദ്ധാത്മാവിനകത്ത് ദൂത് പറയുന്നു. നിന്റെ വീട്ടിൽ നിൽക്കുന്ന അത്തി കായ്ക്കണ്ടിയ, നിന്റെ വീട്ടിലെ മുന്തിരി ഫലം തരണ്ടിയ, നിന്റെ ഒലിവ് നന്നായി വിളയണ്ടിയ വളം നീ ഇടുന്നത് നിന്റെ ഒലിവിന്റെ ചോട്ടില. പക്ഷെ വഴിയോരത്ത് നിൽക്കുന്ന വേറൊരു അത്തിയ വളം എടുക്കുന്നേ. നിന്റെ ചുവട്ടി വന്ന ആ വളം അടിയിൽ കൂടെ വലിച്ചോണ്ട് പോയിട്ട് ഇവനിങ്ങനെ അങ്ങ് തഴച്ചു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. നിനക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ആത്മാവുള്ളവൻ കൽപ്പിക്കാൻ പോകുകയാ. വിരോധമായിരിക്കുന്ന ചില മേഖലകളുടെ മേൽ ഈ രാത്രി ആത്മാവിന്റെ അധികാരത്തിൽ ചിലതിനെ വേരോടെ ഉണക്കുന്ന പോരെ ഈ രാത്രി ഏറ്റെടുത്ത് ആരാധിക്കണം. ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ചിലതിനെ വേരോടെ ഉണക്കുന്ന ഒരാത്മശക്തി. ഫലമുള്ളതിന് ഫലം വെളിപ്പെടാതെ, ഫലം ഉണ്ടാകാത്തത് ആരും അറിയാതെ ആഴത്തിൽ കൂടെ ചെന്ന് ഈ വളവെല്ലാം ഊറ്റിയെടുത്ത് ഇവനങ്ങ് തടിച്ചു കൊഴുത്ത് തളർത്ത് നിൽക്കുക. സ്തോത്രം. വാസ്തവമായി കാശ് മുടക്കി വേല ചെയ്ത് വളവിട്ടവൻ ചെന്ന് നോക്കുമ്പോൾ അതേലൊരു മച്ചിങ്ങ പോലും ഇല്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന് മനസ്സിലായി, ഇനി ഇതിവിടെ നിന്നാൽ
അവൻ്റെ നന്മ എന്നും ഇവൻ അടിയിൽ കൂടെ വലിക്കും. അതിന് ഇല ഉണക്കിയിട്ട് കാര്യമില്ല, തടി ഉണക്കിയിട്ടും കാര്യമില്ല. ഈ വലിച്ചെടുക്കുന്ന വേരുണക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ 9ാമത്തെ രാത്രി നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ മിനിസ്ട്രിക്ക് വിരോധമായി, നിന്റെ തലമുറയുടെ ഭാവിക്ക് വിരോധമായി ആഴത്തിന് നന്മകളെ വലിച്ചെടുക്കുന്ന ചില റൂട്ടുകളെ ദൈവം കരിക്കാൻ പോകുകയാണ്. ഈ രാത്രി ആത്മാവിന്റെ തീ ഇറങ്ങി. ഏറ്റെടുത്തു വേണം ആരാധിക്കാൻ, ഏറ്റെടുത്തു വേണം ആരാധിക്കാൻ. ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിച്ചു പറയുന്നു. ഇന്ന് രാത്രി ആഴങ്ങളിൽ മറഞ്ഞു നിന്നുകൊണ്ട് അടിയിലൂടെ നന്മ ഊറ്റിയെടുത്ത് അനുഗ്രഹത്തെ വലിച്ചെടുക്കുന്ന ചില പോരുകളെ ഈ ദൂതിന്റെ പകൽ, ഇപ്പൊ 9ാമത്തെ രാത്രി സ്വർഗ്ഗം കരിക്കുകയോ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ക്യാൻസറിന്റെ വേര് കരിയാൻ പോവാ, ചില ട്യൂമറിന്റെ വേര് കരിയാൻ പോകുകയാണ്, പോസ്റ്റേറ്റിനുണ്ടായ രോഗത്തിന്റെ വേര് പറയാൻ പോകുകയാണ്, കിഡ്നിക്കുണ്ടായ ട്രബിളിന്റെ വേര് കരിയാൻ പോകുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ തലമുറ വഴിയടച്ച ചില പോരുകളുടെ വേര് കരിയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാത്രി ചില വേരുകൾ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന ചില രോഗത്തിന്റെ വേരുകൾ, ചില ശാപത്തിന്റെ വേരുകൾ, ചില ഇരുട്ടിന്റെ വേരുകൾ, ഈ രാത്രി ചില പാരമ്പര്യ ദൂട്ടന്റെ കോട്ടയുടെ വേരുകൾ ഈ രാത്രി ദൈവം അഴിക്കുകയാ. ശിഷ്യന്മാർ നോക്കിയപ്പോൾ വേരോട് ഉണങ്ങി നിൽക്കുന്നു. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, രാവിലെ ആ പറഞ്ഞത് ദേ കംപ്ലീറ്റ് വേരോടെ. ഇപ്പൊ കർത്താവ് പറഞ്ഞു, അതൊന്നും വലിയ കാര്യമൊന്നും, നിങ്ങളിതൊരു വലിയ സംഭവമായിട്ടൊന്നും കരുതണ്ട. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഉണക്കിയതേ ഉള്ളൂ, ഇനി അത് വേരോടെ പറഞ്ഞ് കടലിൽ പോയി നീ പറയുന്ന പ്ലേസിൽ നട്ടുവെക്കാൻ പറഞ്ഞ, ഏത് കടലാന്ന് നീ തീരുമാനിച്ചോണം. പസഫിക്കാണോ, അറ്റ്ലാന്റിക്കാണോ, അറേബ്യനാണോ എന്ന് നീ തീരുമാനിച്ചോ. നീ പറയുന്ന കടലിൽ. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പറിച്ചെടുത്ത് നീ പറയുന്ന കടലിന്റെ നടുക്കുകൊണ്ട് നട്ടുവെക്കുമെന്ന്. ഇനി അത് ചെറിയൊരു കാര്യം. ഇതുപോലെ 100 കണക്കിന് അത്തി നിൽക്കുന്ന ഒരു മലയുണ്ടല്ലോ. ഹലോ, ആ മല പറയാൻ പറഞ്ഞാൽ നീ പറഞ്ഞ് നടക്കും. എനിക്ക് നിന്നോട് കൃപ തോന്നിയത് കൊണ്ട്. നിന്റെ മിടുക്കൊന്നുമല്ല, നീ പഠിച്ച PhDയോ ഡോക്ടറേറ്റോ MDHോ അല്ല, നിന്റെ മാസ്റ്റർ ഡിഗ്രി അല്ല. പക്ഷെ എനിക്ക് നിന്നോട് കൃപ തോന്നി. എന്റെ കൃപ കൊണ്ട് നീ പറയുന്ന ഏത് കാര്യവും അങ്ങനെ ചെയ്യാൻ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനം പറയുന്നത് പോലെ, ദൈവത്തിന്റെ അഭിഷക്തന്മാര് പറയുന്നത് പോലെ യോശുവ പറഞ്ഞു, ഈ ഭൂമിയിൽ ഇതിന് മുമ്പോ പിൻപോ അങ്ങനെ ഒരു കാര്യം ഒരു മനുഷ്യനും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. പക്ഷെ എൻ്റെ മകൻ യോശുവയ്ക്ക് വേണ്ടി ഞാനത് ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യൻ, അഡ്രസ് പോലും ഇല്ല. തിസ്ബിയിൽ നിന്ന് വന്ന തിസ്ബിയനായ ഏലിയാവ്, റാന്നിയിൽ നിന്ന് വന്ന റാന്നിക്കാരനായ ചെറിയാനെന്ന് പറഞ്ഞു. ഇത്രയുള്ള അഡ്രസ്. പ്രൈസ് ദി ലോർഡ്. മിന്നൽ ഡോക്ടറോ പുറകിലെ ബാലോ ഒന്നുമില്ല, ഒരു സാധാരണ മനുഷ്യൻ. ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഒന്നും പ്രത്യേകിച്ചുള്ള PhD എടുത്ത ആളുമല്ല. ആ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് ഒരൊറ്റ പറച്ചില്,
ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ, ആഴ്ചകളിലല്ല, മാസങ്ങളിലല്ല, ആണ്ടുകളിൽ മഞ്ഞോ മഴയോ. പുള്ളി പറഞ്ഞേച്ച എല്ലാവരും കൈ അടിക്കുന്നേ കേൾക്കാൻ നിന്നില്ല. പുള്ളി ഇറങ്ങിപ്പോയി. കൈ അടിക്കുകയോ അടിക്കാതിരിക്കുകയോ കേട്ടോണ്ട കാര്യം. നമുക്ക് കൈ അടിച്ചിട്ട് ഒരു സുഖം വരത്തില്ല. ഞാൻ പറഞ്ഞ് ഏറ്റില്ലല്ലോ, അതുകൊണ്ട് പുറകിൽ നിന്നൊരു കയ്യടി വന്നില്ലല്ലോ, നമുക്കൊരു പ്രയാസം വരും. ഏലിയാവിന് ആരുടെയും കയ്യടി വേണ്ട. എടാ, മുഴങ്കാലെ കിടന്നേച്ച് വന്നവൻ ആരുടെയും കയ്യടി വേണ്ട. പ്രാർത്ഥിച്ചവൻ ആരുടെയും പ്രോത്സാഹനം വേണ്ട. അവൻ ആത്മാവിലെ കാര്യം പറയുന്നേ. ഈ രാത്രി നീ സ്തുതിച്ചാലും സ്തുതിച്ചില്ലേലും ആത്മാവ് നിന്നെ കൊണ്ടൊരു കാര്യം പറയിപ്പിച്ചാൽ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവം നിനക്കുണ്ട്. പറഞ്ഞതൊരു നിസ്സാര കാര്യമാണെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ ദൈവം ആകാശം അടയ്ക്കണം. ചെമ്പ് പോലെ ആകാശം ദൈവം അടച്ചു ഒരു മനുഷ്യന്റെ വാക്കിൽ. സ്തോത്രം. ഈ യോശുവ 2 ഗ്രഹത്തോടെ പറഞ്ഞുള്ളൂ. ഏലിയാവ് ആകാശം മണ്ഡലം മൊത്തം അടച്ചു കളഞ്ഞു. ഹലോ, കാർമേഘം പൊങ്ങിയാൽ കൊള്ളാമെന്ന് കടലിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഏലിയാവിൻ്റെ അനുവാദമില്ലാതെ പൊങ്ങാനൊക്കത്തില്ല. ഹലോ, പൊങ്ങിയ കാർമേഘം തണുത്ത കാറ്റടിച്ച് പെയ്ച്ചാൽ കൊള്ളാമെന്ന് കാറ്റിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഏലിയാവ് പറയാതെ കാറ്റടിക്കാനൊക്കത്തില്ല. ഇനി ദൈവത്തിന് ജനമെല്ലാം കൂടെ കരയവാ. നമ്മളിവിടെ കൺവെൻഷൻ ദൈവമേ 21 വരെ മഴ പെയ്യല്ലെന്ന് പറയുന്നവരുണ്ട്. അപ്പുറത്ത് ആയിരക്കണക്കിന് ആള് 3000 വെച്ച് വെള്ളം ലോറിയിൽ ഇറക്കുക. അവൻ പ്രാർത്ഥിക്കുക ദൈവം മഴ പെയ്യാൻ. ഹലോ, സ്തോത്രം. അപ്പം ഈ അവരുടെ പ്രാർത്ഥന കേൾക്കണം, നമ്മുടെ കേൾക്കണം. അപ്പം മഴ പെയ്യിക്കാൻ ദൈവം തീരുമാനിക്കും. പക്ഷേ ഏലിയാവ് പറയാതെ ദൈവത്തിന് പെയ്യിക്കാനൊക്കത്തില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. ഇപ്പോൾ ഒരു 3.5 വർഷമായപ്പോൾ തമ്പുരാൻ പുറകെ നടക്കുക. ആരുടെ? ഏലിയാവിൻ്റെ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ വാക്കിന്റെ പുറകെ ദൈവം നടക്കുക. ഓ, എന്തൊരു അസാധാരണമായ ദൈവകൃപയാ. ഹല്ലേലൂയ. നിന്റെ വാക്കുപോലെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഓ, നിങ്ങൾക്ക് എന്റെ ഗൗരവം മനസ്സിലാകും. നമ്മുടെ ദൈവം എൽ ശദായിയ, സർവശക്തന, സർവവ്യാപിയ. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പക്ഷെ ഇപ്പൊ പറയാണ് ഏലിയാവേ, ജനമെല്ലാം അവിടെ കരയുന്നു. എനിക്ക് അത്യാവശ്യമുണ്ട്, മഴ പെയ്യിക്കണം. കിണർ വരണ്ടു, തോട് വരണ്ടു, ആറ് വരണ്ടു, കന്നുകാലികൾക്ക് പുല്ലില്ല. എനിക്ക് മഴ പെയ്യിക്കണം. നീ പറയാതെ എനിക്ക് പെയ്യിക്കാനൊക്കത്തില്ല. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ 9ാമത്തെ രാത്രി ഒരു പനി മാറ്റാൻ കഴിയുമോ? 110 ഡിഗ്രി വന്ന ടെമ്പറേച്ചർ ഇപ്പോൾ മാറട്ടെ, അത് 80 ഇറങ്ങി വരുമെന്ന് പറയാൻ കഴിവുള്ള ആരുണ്ട് ഇവിടെ? അവിടെ മിണ്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവിൽ പറഞ്ഞു, ഒരു കൊതുകിനെ കൊല്ലാൻ വേണ്ടി രാത്രി നമ്മൾ അടിക്കും, മിന്നിരിക്കുന്ന ഗ്ലാസും പൊട്ടിച്ച് കൊതുകിനെ അടിച്ചതാണ്. ഇപ്പുറത്തുനിന്ന് ചായയും മറിച്ച്. സ്തോത്രം. അതാ നമ്മുടെ കഴിവ്. അന്നേരം 300 കുറുക്കനെ പിടിച്ചിട്ട് വാല് 2 കൂടെ കൂട്ടിക്കെട്ടി പന്തം കെട്ടിക്കൊണ്ടോളം കുറുക്കൻ നിൽക്കുക ഒരു മനുഷ്യൻ്റെ മുമ്പിൽ. ആർക്കും പിടികൊടുക്കാത്ത കുറുക്കൻ 300 എണ്ണം വന്ന് നിൽക്കുക ജോഡി തിരിയാനായിട്ട്. പുള്ളി ഈ 2 പിടിച്ച് കുറേ സമയം വേണ്ട ഈ 2 പാല് വെച്ച് കൂട്ടി തീ കത്തിക്കാൻ. ഹലോ, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഒരു കൊതുകിനെ കൊല്ലാൻ വേണ്ടി മുന്നിൽ ചായക്കോപ്പയും മറിച്ച് ഗ്ലാസ് പഠിച്ച് പൊട്ടിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഒന്ന് മാറി വരണം. നീ ഇന്ന് രാത്രി ഒന്ന് മാറണം. നിന്നെ ഒന്ന് പണിയാൻ ദൈവം ആഗ്രഹിക്കുക. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ. അസാധാരണമായ ചില വീര്യപ്രവർത്തികൾ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏലിയാവ് പ്രാർത്ഥിച്ച് ഒരുമാതിരി ചെറിയ പ്രാർത്ഥന പോരാ, 7 റൗണ്ട് പ്രാർത്ഥന.
സ്തോത്രം. ചിലതൊക്കെ നീ തന്നെ അടച്ചതാണെങ്കിലും പിന്നെ തുറക്കണേ, നീ ഒരു 7 റൗണ്ട് പ്രാർത്ഥിക്കണം. ഹലോ, പ്രൈസ് ദി ലോർഡ്. ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് വലിയ ഉദാഹരണം ഒന്നും പറയാൻ അറിയത്തില്ല, എങ്കിലും ചെറിയ കാര്യങ്ങൾ. ഈ വർഷം നിൻ്റെ കല്യാണം കഴിഞ്ഞു. അടുത്ത വർഷം ഒരു കുഞ്ഞിനെ തരാനായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അപ്പം നീയും ഭർത്താവും കൂടെ തീരുമാനിച്ചു, വേണ്ട 2 വർഷം നമുക്ക് ഹണിമൂൺ, ഊട്ടിയിലും പോയി കോവളത്തും പോയി പിന്നെ ഡൽഹിയിലും പോയി താജ്മഹലും കണ്ട് ഒക്കെ വേണം, സിംഗപ്പൂരിലും മലേഷ്യയിലും പോയി ഒക്കെ വന്നിട്ട് നമുക്ക് മതി എന്ന് പറഞ്ഞ് കിട്ടിയതിനെല്ലാം നീ കളഞ്ഞു. ഇപ്പം 3 വർഷം കഴിഞ്ഞപ്പോൾ ഭയങ്കര ആഗ്രഹം വേണം. അമ്മ ഒരു മൂലയ്ക്ക് ഉപവാസം, അച്ഛൻ വേറെടുത്ത് ഉപവാസം, സഭ വേറിട്ട് ഉപവാസം, ഇവർ രണ്ടും കൂടെ ഉപവാസം. പക്ഷെ കിട്ടുന്നില്ല. ഹലോ, അപ്പോൾ കാശ് മുടക്കി അടൂര് പോന്നു. അപ്പോൾ അടൂര് എന്നും പറഞ്ഞാൽ അതിനെക്കാട്ടും നല്ല ഇപ്പോൾ തൊടുപുഴയാണ്. ഉടനെ തൊടുപുഴയ്ക്ക് വണ്ടി വിടുന്നു. ഹലോ, സ്വോത്രകാഴ്ച ഇട്ടില്ലെങ്കിൽ ഉപവാസത്തിന് കാശ് കൊടുത്തില്ല, അവിടെ കൊണ്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് പിന്നെയും വന്ന് നിരാശയോടെ ഹോളിലിരിക്കുന്നു. ഹലോ, അതെങ്ങനെയാ പാസ് അറിഞ്ഞെന്നാ? അതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. ഇതാരാ പാസ്വേഡ് പറഞ്ഞെന്ന്? സ്വോത്രം. നീയായി തന്നെ പറഞ്ഞടച്ച ചിലത്. ആകാശം അടച്ചതാരാ? മേഘത്തെ തടഞ്ഞതാരാ? ഇപ്പം പുള്ളി തന്നെ ഇരിക്കുകയാണ്. എത്ര റൗണ്ട്? ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഭൃത്യൻ ഓടിപ്പോയി നോക്കും, തിരിച്ച് പുള്ളി കയ്യും വീശി വരും. സ്തോത്രം. 7ാമത്തെ റൗണ്ടിൽ ഒരു കൈപോരൊരു മേഘം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങൾക്ക് നീയായി തന്നെ അടച്ച ചില വഴികൾ നീ തന്നെ മുഴങ്കാലി കിടന്ന് തുറക്കണം. കൃത്യമായി ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ അഭിഷേകമുള്ള നാവ് കൊണ്ട് നീയായി അടച്ച ചിലത് നീ മുഴങ്കാലി കിടന്ന് നീ തന്നെ തുറന്നെങ്കിലേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മോശയോട് പറഞ്ഞു, മോശേ എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവർത്തികളൊന്നും കാരണമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കൃപയിൽ നിൽക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ മേൽ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ അമാനുഷികമായൊരു ദൈവകൃപ ദൈവം പകർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിക്കേ. ഞാൻ പറഞ്ഞത് അന്യഭാഷ പറയാൻ അറിയാമോന്നോ കൈയടിക്കാൻ അറിയാമോന്നൊന്നും അല്ല. ഈ ബലഹീനായ എൻ്റെ മേൽ എൻ്റെ ദൈവം ഈ കൃപയിലേക്ക് വന്ന അന്നു മുതൽ മറ്റാർക്കുമില്ലാത്തൊരു കൃപ പകർന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതിന് അവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരടയാളം കാണിച്ചു തരണമേ. ഞാൻ പോയി എൻ്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുൻപാകെ വയ്ക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ ഗിദെയോൻ ചെന്ന് ഒരു കോലാട്ടിൻകുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കുട്ടയിൽ വെച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിന് കീഴെ കൊണ്ടുവന്ന് അവൻ്റെ മുൻപിൽ വെച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിനു മറഞ്ഞു. അവൻ വളരെ സുപരിചിതമായ വേദഭാഗമാണ്. നമുക്ക് അവിടെ നിൽക്കാൻ സമയമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ.
ഒരു കോലാട്ടിൻകുട്ടിയെ പിടിച്ച് തോലുരിച്ച് അറുത്ത് അതിൻ്റെ മാംസം പാചകം ചെയ്ത് ചാറില്ലാതെ കൊട്ടയ്ക്കകത്താക്കാൻ എത്ര സമയമെടുക്കും? സ്തോത്രം. ഒരു പറ മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കാൻ വടയുണ്ടാക്കാൻ എത്ര സമയമെടുക്കും? സ്തോത്രം. ദൈവദൂതൻ നിൽക്കുക. എപ്പം വരെ? അങ്ങോട്ട് ചെന്ന ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഇറച്ചിയെടുത്ത് ചൂടായിക്കൊണ്ട് വരാനൊക്കത്തില്ല, ഫ്രിഡ്ജില്ല. ഹലോ, ഗ്യാസ് ഓൺ ചെയ്തും വെച്ച് ഉടനെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഗ്യാസ് ഇല്ല. ഇനി മൈക്രോവേവ് വേണ്ടി ചൂടാക്കാൻ അതില്ല. ഏതെങ്കിലും കാലായി കിടക്കുന്ന വിറക് പറക്കൊണ്ട് വന്ന് അടുപ്പിൽ തീ കത്തിച്ച് മാവ് കുഴച്ച് വടയുണ്ടാക്കി ആടിനെ പാചകം ചെയ്ത് ഇറച്ചി ഉണ്ടാക്കി കറി വെച്ച് വരുന്ന സമയം നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇത്രയും സമയം ഒരാൾ നിൽക്കുക. ആരാ? ദൈവത്തിൻ്റെ ദൂതൻ. ഞങ്ങളെല്ലാ രാത്രിയിലും കൺവെൻഷന് പ്രസംഗമാണ്. അപ്പോൾ ചെല്ലുന്നിടത്തെല്ലാം അവർ നിർബന്ധമായിട്ട് പറയും, അച്ഛാ കഴിച്ചിട്ടേ പോകാവൂ. നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛാ, പക്ഷേ കഴിക്കുന്നത് കൺവെൻഷൻ നടക്കുന്ന സ്ഥലവുമായിട്ടൊരു ബന്ധവും കാണത്തില്ല. വേറെ ഏതെങ്കിലും ഒരു മാന്യനായ 7 ദിവസമാണ് 7 വീട്ടുകാരാണ് ഊണേക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ വരെ ചെന്ന് അവരുടെ ആഹാരമൊക്കെ ചൂടായി കഴിച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി കൊട്ടാരക്കര കഴിയാം. അപ്പം നമ്മളതുകൊണ്ട് പറയും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ സ്തോത്രം കഴിഞ്ഞ് പോരും. സ്തോത്രം. നമുക്കത്രയും തിരക്കാം. സ്വർഗത്തിലെ ദൂതന് തിരക്കില്ലാഞ്ഞിട്ടല്ല. സ്തോത്രം. അടുത്ത യുദ്ധസ്ഥലത്ത് ചെന്നുമ്പോൾ 1,85,000 വരെ തല്ലിക്കൊള്ളേണ്ടത് ഈ പുള്ളിയായിരിക്കും. പുള്ളിക്ക് ആ രാത്രി വേറെ ഡ്യൂട്ടി ഉണ്ടെന്ന്. ഹലോ, പെൻഷൻ പറ്റിയ ദൂതനൊന്നുമല്ല, ഭയങ്കര ഡ്യൂട്ടിയുള്ള ആളാ. പക്ഷെ ഒരു മനുഷ്യൻ പറയുകയാണ്, നീ തന്നെയാണ് എന്നോട് സംസാരിച്ചെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ ഒരടയാളം. ഞാൻ പോയി ഇത് കൊണ്ടുവരുന്നിടം വരെ നീ ഇവിടെ തന്നെ നിൽക്കണം. അതെന്തൊരു ശിക്ഷയാ? പോയിട്ട് വരാൻ പറഞ്ഞാൽ പോരെ? ഹലോ, ഒരു മനുഷ്യന്റെ വാക്കിന് ദൈവത്തിന്റെ ദൂതൻ അവിടെ നിൽക്കുക. എത്ര മണിക്കൂർ എടുത്തു? അത്രയും സമയം. ഇവന്റെ വീടും വയലും തമ്മിൽ കുറെ ദൂരം കാണും. കൊണ്ടുവന്ന ഉടനെ ദൂതൻ പറയാണത് പാറയുടെ പുറത്തോട്ട് വെച്ചോ, എടുത്ത് അപ്പം അങ്ങോട്ട് വെച്ചു, വട അങ്ങോട്ട് വെച്ചു, കഷണം വെച്ചു, ചാറ അതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു, വടി തൊട്ടു, കത്തി. ദൈവം മറയുകയും ചെയ്തു. ഉടനെ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ദൈവത്തെ കണ്ടല്ലോ എന്ന് പറഞ്ഞവൻ ദൈവത്തെ ഭയപ്പെട്ടു. എനിക്ക് പ്രാണന് ഹാനി വന്നില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു നിസ്സാര കാര്യം, ഒരാഹാരക്കാര്യം, അതിന് പോലും കൃപയുള്ള ഒരു മനുഷ്യൻ, ആ മോളത്തെ ബാക്കി നമ്മൾ ശ്രദ്ധിക്കണം, നിന്നോട് എനിക്ക് കൃപ തോന്നിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ നീ പറഞ്ഞതുപോലെ ചെയ്യുമോ? ഒന്നും കാണാതെ ഒരു മനുഷ്യൻ പറയാണ്, ഭയങ്കര ക്ഷാമം. ഒരു കഴുതയുടെ തലയ്ക്ക് 80 വെള്ളിക്കാശ്. 80 വെള്ളിക്കാശ് നിസാര പന്തരിക്കല്ല. നല്ല യോസപ്പിന് 20 വെള്ളിക്കാശേ വിലയുള്ളൂ. നമ്മുടെ ആത്മ മണവാളിന് 30 വെള്ളിക്കാശേ വിലയുള്ളൂ. 30 വെള്ളിക്കാശ് യൂത എറിഞ്ഞത് കൊണ്ടുപോയി അക്കൽദാമ മേടിച്ചേക്കുന്നത്. ഇപ്പം 30 വെള്ളിക്കാശിന് അക്കൽദാമ എന്ന് പറഞ്ഞ സ്ഥലം മൊത്തം മേടിക്കാനുള്ള കാശുണ്ട്. അങ്ങനെയാണ് 80 വെള്ളിക്കാശിന് എന്തൊക്കെ കിട്ടുമെന്ന് നിങ്ങൾ ഓർത്താൽ മതി. അത്രയും മൂല്യമുള്ള കാശ് കൊടുത്താൽ ഒരു കഴുതയുടെ തല കിട്ടും. ഹലോ, അതിലെ ഇറച്ചിയെല്ലാം കൊണ്ട് മാന്തി പറിച്ചെടുത്താൽ 4.5 കിലോ ഉള്ള തലയാണെങ്കിൽ 1 കിലോ ഇറച്ചിയും കാണും, 3.5 കിലോ അസ്ഥിയായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇനി ഒരു കാക്കപ്പ്, ഒരു കപ്പല്ല, കാക്കപ്പ് പ്രാകാഷ്ടം മേടിക്കാൻ 5 വെള്ളിക്കാശ്. അതാ ക്ഷാമം. അതുകൊണ്ടൊരു അമ്മാമ്മ തീരുമാനിച്ചു, കഴുതത്തലയും വേണ്ട, പ്രാകാഷ്ടവും വേണ്ട, കൊച്ചിനെ പുഴുങ്ങുക. 2 അമ്മമാർ തമ്മിൽ കമ്മിറ്റി. ഇന്ന് എൻ്റെ കൊച്ചിനെ പുഴുങ്ങാം, നമുക്കത് KFC ആയിട്ട് കഴിക്കാം, നാളെ നിൻ്റെ കൊച്ചിനെ പുഴുങ്ങി ചിക്കിങ് ആയിട്ട് കഴിക്കാം. നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. കേൾക്കാത്ത താമസം ഒരു അമ്മാമ്മ കൊച്ചിനെ KFC ആക്കി. സ്തോത്രം. ഇതെല്ലാം കൂടെ കേട്ടിട്ട് രാജാവ് തെണ്ണം കൊണ്ട് വസ്ത്രം വലിച്ചു കീറി, രാജവസ്ത്രം കീറി 8 പറ്റ ഉടുത്ത് കരഞ്ഞുകൊണ്ട് മതിലിന്മേൽ നടക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ആകാശമടച്ച ഗുരുവിൻ്റെ ശിഷ്യൻ അങ്ങോട്ട് വരിക.
നാട്ടുകാരെ പുള്ളിയെ വിളിക്കുന്ന മുട്ടത്തലയാന്ന്. സ്വതന്ത്രം പറഞ്ഞ് പാർശ്വപ്പച്ചനൊന്നുമല്ല. ഹലോ, മുട്ടത്തലയം വന്നിട്ട് ഒറ്റ പറച്ചില്, നാളെ ഈ നേരത്ത് കരുതത്തലയ്ക്ക് 80 കാശ് വിലയുള്ള ഇവിടെ, കാക്കപ്പ് പ്രാക്കാസിന് 5 വെള്ളിക്കാശ് വിലയുള്ള ഇവിടെ, സ്വന്തം മക്കളെ അമ്മമാര് പുഴുങ്ങി തിന്നുന്ന ഇവിടെ, ശേക്കലിന് 1 സെയ ഗോതമ്പും ശേക്കൽ 2 സെയ യവവും നാളെ വിൽക്കും. രാജ്യത്തിന്റെ എല്ലാ ധാന്യ സുരക്ഷയും അറിയാവുന്ന രാജാവിന്റെ അകമ്പടി നായകൻ പറഞ്ഞിടോ മുട്ടത്തലയ, ആകാശത്തിൽ ഒരു കിളിവാതിൽ തുറന്നാൽ അത് നടക്കത്തില്ല. ഇവനത് പറയാൻ കാര്യമുണ്ട്. ഇവന്റെ വല്യപ്പൻ ആകാശത്ത് കിളിവാതിൽ തുറന്ന് മന്ന പൊഴിഞ്ഞ് കഴിച്ചോന്റെ കൊച്ചുമോനായത്. നിങ്ങൾ മിണ്ടുന്നില്ല. ഭയങ്കര പാരമ്പര്യമുള്ള ചെയ്ത് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മരുഭൂമിയിൽ കൂടെ ആഹാരമില്ലാതെ വലഞ്ഞപ്പോൾ രാവിലെ ഇടങ്ങരി വെച്ച് പൊഴിച്ചവന്റെ വീട്ടിൽ കൊടുത്തു. ആളൊന്നിനിടങ്ങരി. അത് കഴിച്ചോന്റെ കൊച്ചുമോൻ ഇപ്പൊ പറയുകയാണ്, ഇതൊക്കെ ഉപദേശി അങ്ങനെ ചുമ്മാ കിടന്നൊരു ഓളം ഉണ്ടാക്കാൻ, സ്വതന്ത്രം കൈയടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയും. ഹലോ, 9ാമത്തെ രാത്രിയിൽ അപ്പം പുള്ളി കൈ നടിച്ചൊരു ആവേശമൊക്കെ വരുത്താനായിട്ട് പുള്ളി ഇങ്ങനെയൊക്കെ പറയും. ഇതൊന്നും കേട്ട് വിശ്വസിക്കണ്ട. കിളിവാതിൽ തുറന്നാൽ പോലും ഇത് പാറ ഉണ്ടെന്നില്ല. ദൂത് കേട്ട തലമുറക്കാരൻ ഇതൊന്നും വിശ്വാസമല്ലെന്ന്. അപ്പച്ചൻ്റെ കാലത്ത് അങ്ങനെയൊക്കെ നടന്നു കാണും. പക്ഷെ ഇപ്പം അതൊന്നും പ്രവാചകൻ പറഞ്ഞ എന്നാൽ ഒന്നുകൂടെ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന അടുത്ത ദൂത് എന്ത് ചെയ്യാം പറഞ്ഞേ. പ്രവാചകൻ പറഞ്ഞടാ, എന്റെ ദൈവം നാളെ ഈ നേരത്ത് ഞാൻ പറഞ്ഞത് ചെയ്യുന്നത് നീ കാണും. പക്ഷെ നീ അത് അനുഭവിക്കത്തില്ല. അവിശ്വാസമുള്ള ഒരു ദുഷ്ട തലമുറയും വാഗ്ദത്തം അനുഭവിക്കത്തില്ല. ഇന്ന് പകൽക്കാലം അവിശ്വാസമില്ലാത്ത ഒരു തലമുറയെ ദൈവത്തിന്റെ ദൂത് നിവർത്തിക്കാൻ ദൈവത്തിന് ആവശ്യമോ? വിശ്വസിക്കുന്നവര് മാത്രമേ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ച് അവിശ്വാസമുള്ള ദുഷ്ട തലമുറയ്ക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ കഴിയത്തില്ല. ഓ റികാലമാന ശംദാരാദാരാബ ശൈദരമന ഭൗഷസ്യ. ഹലോ, നിങ്ങൾക്ക് വിശ്വസിക്കാമോ? 24 മണിക്കൂറിനകത്ത് എൻ്റെ ദൈവം ആ കാര്യം അങ്ങനെ ചെയ്യും. 5 പ്രാവശ്യം പരാജയപ്പെട്ട കേസായിരിക്കും. OET ആകട്ടെ, IELTS ആകട്ടെ, CA ആകട്ടെ, IPS ആകട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ബിസിനസ് ആകട്ടെ, നിന്റെ ജോലിയാകട്ടെ, നീ ഒന്നിലധികം പ്രാവശ്യം പരാജയപ്പെട്ട വിഷയമായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ദൈവം ആത്മാവിൽ പറയുന്നു, ഹല്ലേലൂയ, നീ പറയുന്നത് പോലെ സ്വർഗം ചെയ്യും. അടുത്ത 24 മണിക്കൂറുകൾക്കുള്ളിൽ അസാധാരണമായ ചില പ്രവൃത്തികൾ ദൈവം വിശ്വസിക്കുന്ന ജനത്തിനു വേണ്ടി ചെയ്യുമെന്ന്. ഓ ഹല്ലേലൂയ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ യൂറോപ്യൻ മണ്ണുകളെ ഇളക്കി മറിച്ച അനുഗ്രഹീത ദൈവദാസൻ പാസ്റ്റർ ജോർജ് ജെഫ്രി, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിശക്തനായ ദൈവദാസൻ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം വലിയ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ആളുകളെ വിളിച്ചപ്പോൾ 2 കഷത്തിന് സ്ട്രക്ചർ വെച്ച് ഒരു കാലുള്ള ഒരു മനുഷ്യൻ, മറ്റേ കാലും മുട്ടുങ്ക വരെയുണ്ട്. ആ കാല ആട്ടി സ്ട്രെച്ചറിൽ ഇങ്ങനെ ഞൊണ്ടി മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ. ഉടനെ ജോർജ് ജെഫ്രി പറഞ്ഞു, ഓ ബ്രദർ, നിങ്ങൾ പോയി കാലിലുള്ള ചെരുപ്പ് മേടിച്ചോണ്ട് വാ, ഞാൻ പ്രാർത്ഥിക്കാം. ഈ മനുഷ്യൻ അനുസരിച്ചു. അവൻ നേരെ പോയി കടയിൽ കയറി 2 ഷൂ മേടിച്ചു. കാലിനുള്ള ഒരു ഷൂ ഇട്ടു, മറ്റേ ഷൂ കട തിരിച്ചിട്ടു. കാലില്ലാത്തവൻ 2ാമത്തെ ഷൂ എന്തിനാ? അവൻ ആ ഷൂ ഇട്ടു മറ്റേ കാലിലെ ഷൂ ഇട്ടുകൊണ്ട് ഇവിടെ വന്നു. ജോർജ് ജെഫ്രി ചോദിച്ചു, എന്തിയേ നിന്റെ കാലത്ത്? ഇതേ കാലിലുണ്ട്. മറ്റേ ഷൂ എന്തിയാ? അത് കടയിലിട്ടിട്ടാ പോന്നേ. എനിക്കൊരു കാലേ ഉള്ളല്ലോ സാറേ, പിന്നെ ഞാൻ നിന്റെ 2 ചെരുപ്പം കൊണ്ട് വരുന്നേ. ഞാൻ നിന്നോട് ഒരു കാല ചെരുപ്പിടാനല്ലേ പറഞ്ഞേ, നീ പോയി മറ്റേ ചെരുപ്പിടുന്നുണ്ട് ഞാൻ പറഞ്ഞു. ഈ ഞുണ്ടുകാലുമായിട്ട് കക്ഷത്തിൽ സ്ട്രെച്ചർ വെച്ച് ഈ മനുഷ്യൻ 2ാമത് പോയി.
രണ്ടാമത് പോയി കളഞ്ഞ ചെരിപ്പെടുത്തോണ്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. ജോർജ് ജെഫ്രി പ്രാർത്ഥിച്ചു. പുരുഷാരം നോക്കി നിൽക്കുമ്പോൾ കാലുണ്ടായി വന്നു. നടന്ന സംഭവം നിങ്ങൾ പുസ്തകം വായിച്ചാൽ മതി. പാസ്റ്റർ ജോർജ് ജെഫ്രി ആ മനുഷ്യന് കാലുണ്ടാകുന്നത് ആത്മാവി കണ്ടച്ച പറഞ്ഞ ചെരുപ്പ് മേടിച്ചോണ്ട് വരാൻ അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലും. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചോണ്ട് പോയതായിരിക്കും. അദ്ദേഹം ചെന്ന് ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവേ ഈ കുഞ്ഞിന്റെ പനി മാറണം, സൗഖ്യമാക്കിയതിനായി സ്തോത്രം പോരും. അല്ലാതെ നമ്മുടെ കൂടെ തല പിടിച്ചിട്ട് ഇളക്കുവോ തലമുടി പിച്ചി പറിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. രോഗിയായിട്ട് കിടക്കുകയല്ലേ. ഹലോ, ഈ കല്യാണത്തിന് അനുഗ്രഹ പ്രാർത്ഥന ചെയ്യുന്ന ചിലർ ആ ഇരിക്കുന്ന മുട്ടയിരിക്കുന്ന കൊച്ചുങ്ങളുടെ തലയിലൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. അതുങ്ങൾ രാവിലെ 5 മണി തൊട്ട് 11:30 വരെ അവിടെ പോയി കഷ്ടപ്പെട്ടെല്ലാം റെഡി ആയിക്കൊണ്ട് വന്ന ആ തലയിലോട്ട് ഈ കൈ വെച്ചിട്ട് ഇളക്കി മറിച്ച് ഭൂതത്തെ ഇളക്കുന്ന പോലെ അനുഗ്രഹ പ്രാർത്ഥന. അങ്ങനൊന്നും വിവരക്കേട് കാണിക്കല്ലേ. ഒരല്ലിയെ പറഞ്ഞു സ്തോത്രം. ഇപ്പം ജോർജ് ജെഫ്രി ആശുപത്രി ചെന്നും വെച്ച് ICU കിടക്കുന്ന കൊച്ചിൻ്റെ തലയെ കൈ വെച്ചൊന്നും കർത്താവ് കുഞ്ഞിനെ സൗഖ്യമാക്കണം. സ്തോത്രം. നമ്മൾ UK ഇരിക്കുന്ന നമ്മുടെ കൊച്ചിനോട് വർത്താനം പറഞ്ഞത് അലറിക്കുകയാണോ മൊബൈലിൽ കൂടെ? ഹലോ, അവിടുത്തെ കൊച്ചിൻ്റെ ഫോണും ഇവിടുത്തെ എടുക്കുന്ന ആളിൻ്റെ ഫോണിൻ്റെ സിസ്റ്റം ശരിയാണെങ്കിൽ പതുക്കെ പറഞ്ഞാൽ പോരെ. ഹലോ, നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ പാസ്റ്റർ കയറി വരുമ്പം മോളെ പാസ്റ്റർ അപ്പച്ചൻ വരുന്നുണ്ട് പിന്നെ വിളിക്കാം, അത് പാസ്റ്റർ പോലും കേൾക്കാമല്ലേ പറയുന്നത്. ഹലോ, കമ്മ്യൂണിക്കേഷൻ ശരിയാണെങ്കിൽ അലറുകയൊന്നും വേണ്ട, വായിലെ വെപ്പ് വല്ലൊന്നും കളയുകയൊന്നും വേണ്ട, നീ ബഹളം വെക്കണം. നീ ആ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ആ കൊച്ചെഴുന്നേനുള്ള ആ ശബ്ദമൊന്നും വേണ്ട. ജോർജ് ജെഫ്രി പറയും കർത്താവെ കുഞ്ഞിനെ സൗഖ്യമാക്കണം, സൗഖ്യമാക്കിയതിനായി സ്തോത്രം. പുള്ളി ഇറങ്ങുമ്പോൾ ആ ഹോസ്പിറ്റലിൽ 3000 രോഗിയുണ്ട്, 3000 പേര് സൗഖ്യമാവും. ഒരാൾക്ക് വേണ്ടേ പ്രാർത്ഥിച്ചുള്ളൂ. അതായിരുന്നു സംഭവം. അദ്ദേഹം വെളിയിറങ്ങിയിട്ട് ചോദിക്കും, ഇനി ആരെങ്കിലും ഈ ഹോസ്പിറ്റലിൽ രോഗിയായിട്ടുണ്ടോ? ഇല്ല, ഓക്കെ ഞാൻ പോകുന്നു. അങ്ങനെ ഒരു മനുഷ്യന്റെ വാക്കിന് ഈ കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിന്റെ മണ്ണിനെ ഉപയോഗിച്ചെങ്കിൽ തിരുവല്ലയുടെ മണ്ണിൽ, ഈ കേരളത്തിലെ തിരുവല്ലയുടെ മണ്ണിൽ നിന്റെ ശബ്ദത്തെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവരെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ നിർത്തുന്നു. ഒറ്റ വാക്യം വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഈ വായിച്ച വാക്യത്തിലെല്ലാം കൃപയെന്നൊരു വാക്കുണ്ട്. ഞാൻ അവിടോട്ട് പോകുന്നില്ല. ലോത്തിന്റെ വിഷയമായാലും ആരുടെ വിഷയമായാലും ഇതിന്റെ എല്ലാം പുറകിൽ എന്തുണ്ട്? കൃപ. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ഒന്നുകൂടെ വായിച്ചോ മക്കളെ, വായിച്ചോ. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷെ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതുമാകുന്നു. ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറുതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷ ഉണ്ടാകും. അവൻ അവരോട്, ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല. പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല. അങ്ങനെയാണ് നേരത്തെ ലിസ്റ്റിനകത്ത് മറിക്കാൻ നിശ്ചയിച്ച പട്ടണമല്ലേ? ഹലോ, സോദോമും ഗോമോറയും മറിക്കുന്ന കൂട്ടത്തിൽ തമ്പുരാൻ മറിക്കാനിട്ട ലിസ്റ്റിലെ പട്ടണമാണ്. പക്ഷെ ഇപ്പോൾ കൃപ പോയൊരു മനുഷ്യൻ, വലഞ്ഞു പോയൊരു നീതിമാൻ, പ്രൈസ് ദി ലോർഡ്, പറയാണ്, എൻ്റെ പ്രാണനെ രക്ഷിക്കാൻ നിനക്കെന്നോട് കൃപ തോന്നിയല്ലോ. ഒരു ക്ലോസ് ആണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, എന്നെ രക്ഷിക്കാൻ നീ തീരുമാനിച്ചല്ലോ, അതുകൊണ്ട് നീ പറഞ്ഞ പർവ്വതം വരെ ഓടിയെത്താൻ എൻ്റെ കാലുകൾക്ക് ഇപ്പം വയ്യ. സ്തോത്രം. പക്ഷെ ഈ അടുത്ത പട്ടണത്തിൽ വരെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഒരു ഓടിച്ചല്ല. ആ പട്ടണം നീ എന്ത് ചെയ്യരുത്? സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായവിധി, സ്വർഗത്തിൻ്റെ സുന്നകദോസ് കൂടി നടത്താൻ ലിസ്റ്റിട്ട പട്ടണത്തിൽ ഒരു പട്ടണം, ഒരു വലഞ്ഞുപോയ നീതിമാന്റെ വാക്കിന് ദൈവം മറിച്ചില്ല.
കാരണം എന്നാണെന്നറിയാമോ? എനിക്ക് നിന്നോട്, നിങ്ങൾ അല്ലലിയ പറഞ്ഞില്ല, ഒരു ന്യായവിധിയെ മാറ്റുകയാ. ഹലോ, ഗന്ധക തീപ്പൊയ്കി ഇറങ്ങി കത്തി കരിഞ്ഞൊരു ചാവുകടലിന്റെ ഭാഗമായി മാറേണ്ട പട്ടണത്തെ ഒരു വലഞ്ഞുപോയ നീതിമാന്റെ വാക്കിന്റെ മുമ്പിൽ തമ്പുരാൻ ന്യായവിധി മാറ്റി. നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയത്തില്ല. വിശ്വസിക്കുന്നവർ ആരാധിക്കാതിരിക്കൽ ഇന്ന് രാത്രിയിൽ നീ പറയുന്നത് പോലെ ഇന്ന് രാത്രി ചില ന്യായവിധികൾ ദൈവം ചില കുടുംബത്തിൽ നിന്ന് മാറ്റുകയോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചേ. നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇത് ആരാ പറയുന്നത്? എൻ്റെ പാസ്റ്ററെ, എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് നമ്മൾ പറയാറില്ലേ? നമ്മുടെ ക്ഷീണം കൊണ്ടോ ശാരീരിക അവസ്ഥ കൊണ്ടോ സാമ്പത്തിക സാഹചര്യം കൊണ്ടോ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് അങ്ങനെ ഒരു സാഹചര്യം വരുമോ? ഹലോ, എൻ്റെ പൊന്നു കുഞ്ഞ്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു സാധനം ദൈവത്തിനുണ്ടാകുമോ? നിങ്ങൾ പറ. പക്ഷെ ദൈവം ഇപ്പോൾ പറയുന്നത്, ദൈവം പറയാണ്, നിന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് മറിക്കത്തില്ലെന്ന് ഞാനങ്ങ് പറഞ്ഞല്ലോ. കൃപ തോന്നിയത് കൊണ്ട് പറഞ്ഞതുകൊണ്ട് ഇനി നീ ഏന്തിയോ വലഞ്ഞോ ഞൊണ്ടിയോ എങ്ങനെ നീ അവിടെ ചെല്ലുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്ന് ശ്രദ്ധിച്ച്, ന്യായവിധി രാവിലെ 8:50 നടത്താൻ ദൈവം തീരുമാനിച്ചു. ഇന്ന് രാവിലെ 8:50 സോദോം കത്തിക്കും, ഗോമോറയും കത്തിക്കും. പക്ഷെ ഇവൻ ഏന്തി വലിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ 9:50 ആവും. നിങ്ങൾ മിണ്ടുന്നില്ല. സ്വർക്കം നിശ്ചയിച്ച ടൈം വരെ മാറുക. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷെ ദൈവം പറയാണ്, എനിക്ക് നിന്നോടങ്ങ് കൃപ തോന്നി. എനിക്ക് കൃപ തോന്നിയത് കൊണ്ട് നീ അവിടെ ചെല്ലുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ രാത്രി വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഓ, ഒരു ഭക്തന്റെ വാക്കിന്, കൃപ ലഭിച്ചവന്റെ വാക്കിന് ഇന്ന് രാത്രി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഓ റബലമന രഗദ റൗഷ സൈഡരെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ തീരുമാനമല്ല ഇന്ന് രാത്രി ഒന്ന് മാറണം. നമ്മൾ 9ാമത്തെ ദിവസമായിട്ട് മറുപടി ഇല്ലാത്തതുകൊണ്ട് ചൂട് വന്നാൽ പിന്നെ നാളെ തൊട്ട് ഉപവാസമില്ല. വൈകിട്ട് പിന്നെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വരാമെന്ന് തീരുമാനം എടുത്തേക്കല്ലേ. സ്തോത്രം. അബ്രഹാമിനെ ഒറ്റയ്ക്ക് വിളിച്ച, മെസപ്പൊട്ടോമിയ ഊರಿಗೆ ഒറ്റയ്ക്ക് വിളിച്ചെന്ന്. ഒറ്റയ്ക്ക് വിളിച്ച അബ്രഹാം ഇപ്പോൾ കുറേ വർഷമായി പറഞ്ഞ വാഗ്ദത്തം നടക്കുന്നില്ല. അങ്ങനെ പുള്ളി തന്നെ താൻ ഒരു തീരുമാനം എടുത്തു. കർത്താവേ, എന്നെ ഓർത്ത് വിഷമിക്കണ്ട, എന്നോട് അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ വിഷമിക്കണ്ട, ഞാനൊരു സൊല്യൂഷൻ പറയാം. ദമ്മശ്ശേക്കാരനായ എലിയാസർ അങ്ങ് ജീവിച്ചിരുന്നോട്ട്, അത് മതി, ഞാൻ എൻ്റെ മോനായിട്ട് കണക്കാക്കി എല്ലാവനും കൊടുത്തേക്കാം. സ്തോത്രം. ദൈവത്തിന് ഒരു ക്രമീകരണം ചെയ്തു കൊടുക്കുക പുള്ളി. എൻ്റെ കൂടാണോ? അങ്ങനല്ലേ ചാ? സ്തോത്രം. അങ്ങനെ ദൈവം പറഞ്ഞടാ, അബ്രഹാമേ, ഞാൻ ഇന്നും എൽഷദായിയാടാ. നിനക്ക് വയസ്സ് കുറച്ചായി കാണും, എനിക്കങ്ങനെ പ്രായം ചെന്നിട്ടില്ല. ഞാൻ ഇന്നും സർവശക്തനാ. ഹല്ലേലൂയ. നിന്റെ സന്തതിക്ക് തന്നെ ഞാനത് കൊടുക്കുമെന്നല്ല ഞാൻ മെസപ്പൊട്ടോമിയ വെച്ച് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ക്ഷാമം വന്ന് പുള്ളി ദൈവത്തോട് ചോദിക്കാതെ മിസ്രൈമിലോട്ട് ഇറങ്ങിപ്പോയിട്ട് കയറി വന്നപ്പോൾ അവിടുന്ന് ഒരു ദാസിയും കൂടെ വന്നു. ഹലോ, ചിലർ കൈ കൊടുക്കുമ്പോൾ കോവിഡ് കൂടെ കയറി വരുന്ന പോലെ ഉണ്ടെന്ന്. നമ്മൾ സന്തോഷം കൊണ്ട് കൈ കൊടുത്ത് പ്രൈസോട് പറഞ്ഞ, പക്ഷെ കൂടെ ആരൂടെ കയറി വന്നു? കോവിഡും കൂടെ. ഹലോ, മിസ്രൈമിൽ ക്ഷാമം തീർക്കാൻ പോയതാ. തിരിച്ചു വന്നപ്പോൾ ഒരു കൊച്ചുകൂടെ വന്നു. സ്തോത്രം. അപ്പോൾ കൊച്ചിനെ കണ്ടപ്പോൾ സാറ തീരുമാനിച്ചു, ഇതൊരു സൊല്യൂഷനാണ്. അങ്ങനെ ഇസ്മായിൽ ഉണ്ടായി. നീ ദൈവത്തോട് ചോദിക്കാതെ ഇറങ്ങിപ്പോയിട്ട് കയറി വരുമ്പോൾ ഇസ്മായിൽ ഉണ്ടാവും. അതുകൊണ്ട് കൃപ വിട്ടിറങ്ങിപ്പോകല്ല. ചെറിയ ക്ഷാമമൊക്കെ മാറും, കൃപയെ തന്നെ നിൽക്കണം. സന്തോഷമുള്ള ഹല്ലേലൂയ പറഞ്ഞേര്. നീ എടുക്കുന്ന തെറ്റായ തീരുമാനമെല്ലാം പിന്നീട് ഭവിഷ്യത്താ. സ്തോത്രം.
ഇപ്പം പുള്ളി തീരുമാനം മാറ്റി. കർത്താവേ, എന്നെ ചൊല്ലി വിഷമിക്കണം, ഈ ഇസ്മായിൽ അങ്ങ് ജീവിച്ചിരുന്നാൽ മതി. ആദ്യം ആരായിരുന്നു? പറ. എലയാസർ ദമ്മശേക്കാരൻ. ഇപ്പോൾ ആരായി? ദൈവം പറഞ്ഞിട്ട് ഇതൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? ഇതൊക്കെ ഇങ്ങനെ തീരുമാനിക്കാൻ എലയാസർ മതി, ഇസ്മായിൽ മതി, തീരുമാനിക്കാൻ നീ ആരാ? നിന്നെ ഞാനല്ലേ മെസപ്പൊട്ടുമെന്ന് വിളിച്ചേ? നിന്റെ ഭാര്യ സാറയുടെ ഉള്ളിൽ നിന്ന് വാഗ്ദത്തത്തിന്റെ സന്തതി വരും. അവനാണിതെല്ലാം കൊടുക്കണ്ടേ. നീ ആയിട്ട് ഒരു തീരുമാനം എടുക്കരുത്. നീ ദൈവത്തിൽ നിന്ന് തീരുമാനം പ്രാപിച്ചോ. ദാവീദ് ഭയങ്കര ശക്തനായ മനുഷ്യനാണ്. ഒറ്റ അടിക്ക് ഒരു സിംഹത്തെ കൊന്ന് കീറിക്കളയും, ആട്ടുംകുട്ടിയെ കീറുന്നു. ഒരടിക്ക് ഒരു കരടിയെ കൊല്ലും. ഒരൊറ്റ ഏറിന് ഗോലിയാത്തിനെ മറിക്കും. അവൻ്റെ വാളുകൊണ്ട് അവൻ്റെ തല വിട്ടു. പെലിസിനെ ഒറ്റയ്ക്ക് തോപ്പിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴും പുള്ളി ഇപ്പം പറയാണ്, കൃപയങ്ങ് കൂടിയപ്പോൾ പുള്ളി പറയാണ്, ആ ശൗലിൻ്റെ കയ്യാ ഞാൻ ചാകത്തേ ഉള്ളൂ, ഞാനും മരണവും തമ്മിൽ ഇനി ഒരടി നീളമേ ഉള്ളൂ. എടാ, അഭിഷേകം നഷ്ടപ്പെട്ട് ദുരാത്മാവ് കയറി കുന്തവും കൊണ്ട് നടക്കുന്ന അവൻ്റെ കയ്യാ നീ പോകുമ്പോൾ തീരുമാനിക്കാൻ നീ ആരാ? ഇവൻ അഭിഷേകം പോയി, ഇവൻ്റെ ദേഹത്ത് കയറിയ ദുരാത്മാവ് കയറി അഭിഷേകം പോയി കുന്തവും കൊണ്ട് നടക്കുന്ന അവനാണോ നിന്റെ ശുശ്രൂഷ കളയുന്നത്? ഹലോ, സ്വോത്രം ആരും പറയുന്നില്ല. പ്രൈസലോ. എടാ, നീ പൂർണ്ണ വാർദ്ധക്യമെത്തി, നിന്റെ ചെറുക്കൻ ശലോമോനെ കസാറെ പിടിച്ചിരുത്തി, നിന്റെ തലയിലെ കിരീടം അവന്റെ തലയെ വെച്ച് അവൻ രാജന് ചെങ്കോലി കൈമാറിട്ട് നീ മരിക്കത്തുള്ളൂ. അത് സ്വർഗത്തിന്റെ പദ്ധതിയാ. അതിനിടയ്ക്ക് ദുരാത്മാവ് ബാധിച്ചോ കൊല്ലുമെന്ന് പറയാൻ നീ ആരാ? ഈ രാത്രി കരമടിച്ച് ആരാധിക്കണം. നീയായിട്ട് ഒരു തീരുമാനമെടുക്കരുത്. കൃപയില്ലാത്ത എല്ലാ തീരുമാനങ്ങളെ ശാസിക്കണം. ഇന്ന് രാത്രി നിന്റെ ഫൈനൽ തീരുമാനം ദൈവത്തിന്റെ കയ്യില്. ഓ ഹല്ലേലൂയ. അങ്ങനെ വല്ല തീരുമാനം വല്ല എടുത്തിട്ടുണ്ടോ? മേളില് അഗ്നി കൊണ്ടൊരു രഥം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അഗ്നി കൊണ്ടൊരു രഥം, ഇതിന്റെ അഗ്നി അശ്വങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ സ്വർഗം ചോദിച്ചെന്തിനാ? ഉടനെ പറഞ്ഞു, എൻ്റെ ദാസൻ ഏലിയാവിനെ കൊണ്ടുവരാൻ വേണ്ടി സ്പെഷ്യൽ വണ്ടി. ഹലോ, നാട്ടുകാരെല്ലാം കയറി കാളവണ്ടിയല്ല പുള്ളിയെ കൊണ്ടുവന്നു. അതിനുവേണ്ടി സ്പെഷ്യൽ വണ്ടി മേളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഉടനെ ഈ പുള്ളി തന്നെ ഒരു തീരുമാനം, മരിച്ചാൽ മതി, ഇനി ശുശ്രൂഷയും വേണ്ട, പൊതു ശുശ്രൂഷയും വേണ്ട, ഞാൻ എല്ലാവരേക്കാൾ അത്ര നല്ലവനൊന്നുമല്ല. ആ ധാരണ നല്ലതാണ്. ചിലരുടെ ധാരണ ഞാനാണ് എല്ലാവരെക്കാട്ടിൽ നല്ലവനെന്നാണ്. പക്ഷേ ഏലിയാവിന് അത് മനസ്സിലായി, ഞാൻ എല്ലാവരെക്കാട്ടിൽ നല്ലവനൊന്നുമല്ല, അതുകൊണ്ട് മരിച്ചാൽ മതി. എടാ, അന്യവിഗ്രഹങ്ങളെ ആരാധിച്ച് ദുരാത്മാവ് ബാധിച്ച് അഹങ്കാരിയായിരിക്കുന്ന കള്ളപ്രവാചകന്മാരെ വെച്ചുകൂട്ടി ദൈവദാസന്മാർക്ക് വിരോധമായി ജീവിക്കുന്ന ഇസബേലിന്റെ കയ്യാ പാനാണോ നിന്നെ ഞാൻ കൃപ വിളിച്ചേ? ഹലോ, നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു അന്ധകാര ശക്തി വഴി നടത്തുന്ന ഇസബേലാണോ കൃപ പ്രാപിച്ച നിന്റെ കാര്യം തീരുമാനിക്കുന്നേ? കരമടിച്ച് ആരാധിക്കണം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച നിന്റെ വാ കൊണ്ട് ദൈവഹിതമില്ലാത്ത ഒന്ന് പറയരുത്. ഓ ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ, ശക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയോ. ഓ ഹല്ലേലൂയ. അപ്പം അഭിഷക്തന് പോലും നിരാശ വന്ന് ചൂരച്ചയുടെ ചീഴക്കയറ്റി കിടത്തുന്ന ചില ദുരാത്മ മണ്ഡലങ്ങൾ ഈ 9ാമത്തെ രാത്രി ജയിച്ചോണം. ജയിച്ചിട്ട് നിന്റെ വായിന്ന് ഇസബേലിന്റെ കയ്യാ ഞാൻ ചത്തുപോ, നേരം വിളക്കും കഴുത്തിന് വേണ്ടി തല കാണത്തില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടുമ്പോൾ നീ സ്വോത്രവും നിർത്തി പ്രാർത്ഥന നിർത്തി ചുരുണ്ടുകൂടി കിടക്കരുത്. നീ കൽപ്പിക്കണം. വിരോധമായി നിൽക്കുന്നത് എന്തിനോട് കൽപ്പിക്കണം. നിന്റെ അതരം കൊണ്ട് രാത്രി കൽപ്പിക്കണം. നിനക്കിനിയും ദൂരയാത്രയുണ്ട്, ഇനിയും ശുശ്രൂഷ മുൻപിലുണ്ട്, ഇനിയും ദൂരയാത്രയുണ്ട്, ഇനിയും ശുശ്രൂഷ മുൻപിലുണ്ട്. ഈ രാത്രി ഏറ്റെടുക്കുന്നവർ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. നിനക്ക് ഇനിയും ഒരു ശുശ്രൂഷയുണ്ട്. ഓ രമന. ഹല്ലേലൂയ.
നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഈ വാക്കിന് വലിയ വിലയില്ലാത്തൊരു മനുഷ്യനുണ്ട്. പുള്ളിയുടെ വാക്കും നനഞ്ഞ ചാക്കും ഒരുപോലാന്ന് ഒരെഴുത്തുകാരൻ എഴുതിയേക്കുന്നത്. പുള്ളി ചാടിക്കയറി പറയും, ഇവരെല്ലാം കൂടെ നിന്നെ ഇട്ടു പോലെ ഞാൻ നിൻ്റെ കൂടെ കാണും, നിനക്ക് വേണ്ടി ചാകാൻ വരെ ഞാൻ തയ്യാറാണ് എന്നൊക്കെ ചാടിക്കയറി പറയും. അതൊക്കെ ആ 21 കഴിഞ്ഞതിൻ്റെ ആവേശമാണ്. 21 കഴിഞ്ഞിട്ടുള്ള ആ ചോറും ആ കഞ്ഞിയും ആ പായസം എല്ലാം കഴിക്കുമ്പോഴത്തെ പരിവേശം കൊണ്ട് പറയുന്ന സ്തോത്രം. ആ പുള്ളി ആ രാത്രി സൂര്യൻ അസ്തമിക്കും മുമ്പേ കോഴി കൂമ്പ് 3 പ്രാവശ്യം എന്ത് ചെയ്തു? തള്ളി പറഞ്ഞു. പക്ഷെ ഇപ്പം ആ പുള്ളിയുടെ വാക്കിൻ്റെ വില വരാൻ പോവാ. സ്തോത്രം. പുള്ളിയുടെ ഷാഡോയ്ക്ക് വരെ വിലയാകാൻ പോവാ. വാക്കിന് വിലയില്ലാത്തവനെ നിഴലിന് വരെ വില വരാൻ പോവാ. സ്തോത്രം പറയണം. വാക്കിന് വിലയില്ലാത്തവനെ നിഴലിന് വിലയുണ്ടാക്കി അവന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഊരി ഊരി വർത്താനം പറയുന്ന ആ മനുഷ്യൻ അങ്ങോട്ട് എന്ന് പറഞ്ഞാ, വെള്ളിയും പോലും എനിക്കില്ല, എനിക്കൊന്നുണ്ട്, നസ്രായന്റെ നാമത്തിൽ എഴുന്നേക്കണമെന്ന് പറഞ്ഞു. പ്രശ്നം കാലിന്റെ നരിയാണിക്ക, പിടിച്ചത് കയ്യേല. കയ്യെ പിടിച്ചപ്പോ നരിയാണി കുറച്ച്, അതാ വ്യാപാരം. ഹോ അച്ഛാ, പിടിച്ചത് കയ്യേല, പക്ഷെ ഉറച്ചത് നരിയാണിയാ. അവൻ നരിയാണി ഉറച്ചു ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ നാവിൽ അധികാരമുണ്ട്, നിന്റെ വാക്കിന് അധികാരമുണ്ട്. ഓ റബ ചന്ദര രഗമന വച്ച സൈഡ്. രക്തത്താലേ ജയം, വചനത്താലേ ജയം, ആത്മാവിനാലേ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഹോ, ഞാൻ എൻ്റെ വാക്ക് നിർത്തി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എത്ര പേര് രാത്രി ശക്തിപ്പെടും? കൃപ ലഭിച്ച നിന്റെ വാക്കിന് അധികാരമുണ്ട്. നീ രാവിലെ പറ, വഴി തുറക്കാൻ പറ, കുഞ്ഞിന്റെ ഭാവി തുറക്കാൻ പറ, ആ ബന്ധനം അഴിയട്ടെന്ന് പറ, ആ വിടുതൽ നടക്കട്ടെന്ന് പറ, ആ സൗഖ്യം നടക്കട്ടെന്ന് പറ. ഇന്ന് രാത്രി നീ പറഞ്ഞാൽ നീ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഓ രക്തത്താലേ ജയം, യേശുവിന്റെ നാമത്തിൽ. ഓ രക്തം ജയം. ഒരു മനുഷ്യന്റെ വാക്കുപോലെ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചൊരു ദിവസം ഇതിനു മുമ്പോ ഇതിന് പിൻപോ ഉണ്ടായിട്ടില്ലെങ്കിൽ, മുമ്പെങ്ങും സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റു പ്രാർത്ഥിക്കാൻ പോവുക. ജീസസ്, ഹല്ലേലൂയ. നിന്നോട് ഡോക്ടർ പറയുന്നു 4th സ്റ്റേജാ. പുള്ളിക്ക് അത്രയും സ്റ്റേജേ അറിയത്തുള്ളൂ. പക്ഷെ കർത്താവിന് 5 മണ്ഡപമുള്ള ഒരു സ്ഥലമുണ്ട്. ഹലോ, കാൻസറിന്റെ 5th സ്റ്റേജാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹലോ, 4th അല്ലേ പറയുന്നത്? ഇവർക്ക് 5 മണ്ഡപം വരെ 4 മണ്ഡപമേ അറിയത്തുള്ളൂ. പക്ഷെ 5ാമത്തെ മണ്ഡപം അറിയാവുന്ന യേശുണ്ട്. ഹലോ, 38 വർഷമായവൻ കിടക്കുന്ന 5ാമത്തെ മണ്ഡപത്തിലാണ്. സ്തോത്രം. ഇവിടുത്തെ ശാസ്ത്രത്തിന് 4 മണ്ഡലമേ അറിയത്തുള്ളൂ. അവൻ പറഞ്ഞു 4th സ്റ്റേജാ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, കീമോയും ഏക്കത്തില്ല, റേഡിയേഷനും ഏക്കത്തില്ല, അതുകൊണ്ട് അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാൻ. ഇന്ന് രാത്രി എനിക്കും പറയാനുണ്ട്, അറിയിക്കാനുള്ളവനെ അറിയിച്ചേ. നീ അറിയിക്കാനുള്ളവനെ കാര്യം അറിയിക്കുക. ഹല്ലേലൂയ. അവൻ ഈ രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. അറിയിക്കാനുള്ളവനെ അറിയിച്ചാൽ ഇന്ന് രാത്രി അവൻ ഇറങ്ങി വരും. നീ പറയുന്നത് പോലെ അവൻ ചെയ്യും. ഹല്ലേലൂയ. ഓ, സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, പോരുകൾ അഴിയട്ടെ.
എതിരികൾ ശാസിക്കപ്പെടട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ ഞെട്ടിമാറട്ടെ, വഴികൾ ഓപ്പണാകട്ടെ. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഇതിനകത്ത് സ്വർഗം നിന്നോട് പറയുന്നു, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. അസാധാരണമെന്നും അസാധ്യമെന്നും നീ ചിന്തിച്ച ചില മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി അവൻ കരം തൊട്ട് കഴിഞ്ഞു. അവന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഓ ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ കരം ഉയർത്തി നിൽക്കുന്ന അഭിഷക്ത ഗണത്തെ, നിന്റെ ശ്രേഷ്ഠ അഭിഷക്തന്മാരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏഴയുടെ മേൽ അങ്ങ് പകർന്ന ആത്മാവിന്റെ അധികാരത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവർ പറയുന്നത് പോലെ അത്തിയെ ഉണക്കിയ ദൈവമേ, വേരോടെ ഉണക്കിയ ദൈവമേ, ഇന്ന് രാത്രിയിൽ സൂര്യനെ നിർത്തിയ, ചന്ദ്രനെ നിർത്തിയ, ആകാശമടച്ച യേശുവിന്റെ കരം ഈ ജനത്തിന് വേണ്ടി ഈ രാത്രി ഇറങ്ങി വന്നൊരു അത്ഭുതം ചെയ്യട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ.